اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين. قال صلى الله عليه وسلم: إن لله خلقه خلقهم لحوائج الناس يفزع الناس إليهم في حوائجهم أولئك الآمنون من عذاب الله. قال صلى الله عليه وسلم: إن لله أقواما اختصهم بالنعم لمنافع العباد يقرهم فيها ما بذلوها فإذا منعوها نزعها منهم فحولها إلى غيرهم. സമാദരണീയരായ ഈ വേദിയുടെ അധ്യക്ഷപദം അലങ്കരിച്ചിരിക്കുന്ന നമ്മുടെ ഈ പരിപാടിയുടെ സ്വാഗത സംഘം ചെയർമാൻ, നമ്മുടെ നാടിനും പരിസര പ്രദേശത്തിനും നമ്മുടെ സമൂഹത്തിനും ഒക്കെ അഭിമാനകരമായ ഒട്ടേറെ പ്രവർത്തനങ്ങളുടെ മുൻപന്തിയിൽ നിൽക്കുന്ന ആദരണീയരായ പ്രിയപ്പെട്ട സൈനുൽ ആബിദീൻ സാഹിബ് സഫാരി, വേദിയിൽ ഉപവിട്ടരായ ഈ സദസ്സ് ദുആ ചെയ്ത് അനുഗ്രഹിച്ച ആദരണീയരായ ഇസ്മായിൽ ഉസ്താദ് അവർകളടക്കമുള്ള മഹോന്നതരായ പണ്ഡിതന്മാർ, വേദിയിലുള്ള മഹത്തുക്കളായ നേതാക്കളെ ഓരോരുത്തരും പേരെടുത്തു പറയപ്പെടേണ്ടവരാണ്. ഓരോരുത്തരും ഓരോ മഹല്ലിനെയും പ്രദേശത്തെയും പ്രതിനിധീകരിച്ചുകൊണ്ടുകൂടെയാണ് നമ്മുടെ ഈ സദസ്സിൽ പങ്കെടുത്തിരിക്കുന്നത്. എല്ലാവരെയും ഒറ്റവാക്കിൽ ഓർക്കുകയും അല്ലാഹു തആല നമ്മുടെ ഈ സാന്നിധ്യം നാളെ സ്വർഗീയമായ ലോകത്ത് സന്തോഷിക്കാനുള്ള കാരണമാക്കി അല്ലാഹു മാറ്റിത്തരട്ടെ, ആമീൻ എന്ന് എളിയ ക്ഷണം സ്വീകരിച്ചവിടെ എത്തിയ എല്ലാ നേതാക്കളെയും സമൂഹത്തിലെ ഉന്നത ശ്രേണിയിലുള്ള മഹോന്നതരായ നേതാക്കൾക്കും വേണ്ടി ദുആ ചെയ്യുകയാണ്. അതേപോലെ ഈ മഹത്തായ പരിപാടിക്കുള്ള ആഹ്വാനം കേട്ട് ഒരുപക്ഷെ നേതാക്കളെ നേരിട്ട് പലരും ക്ഷണിച്ചിട്ടുണ്ടാകും. ആ ക്ഷണം പോലുമില്ലാതെ ഒരു നോട്ടീസിലോ വാട്സപ്പിലോ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്നറിഞ്ഞപ്പോൾ ആരും ക്ഷണിച്ചിട്ടില്ലാതെ തന്നെ അത് സ്വയം എന്നോടുള്ള ക്ഷണമാണെന്ന് മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാംക്ഷിച്ച് ഈ വേദിയിലെത്തിച്ച് ഈ സദസ്സിലെത്തിച്ചേർന്ന സ്നേഹനിധികളായ എൻ്റെ ഉപ്പമാരെ, ഉമ്മമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു തആല ഈ പ്രദോഷത്തിൽ പടച്ച റബ്ബിൻ്റെ കാരുണ്യത്തിൻ്റെ പ്രഖ്യാപനം ഉൾക്കൊണ്ട് അള്ളാഹുവിൻ്റെ അടിമകളിൽ കരുണ ആവശ്യമുള്ള ആളുകൾക്ക് വേണ്ട ഏറ്റവും അനിവാര്യമായ ഒരു സംഗതി യാഥാർത്ഥ്യമാക്കാനായി നമ്മൾ ഒരുമിച്ച് ചേർന്നത് അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ, ആമീൻ എന്ന് ഞാൻ ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഒരു സുദീർഘമായ മുഖ്യഭാഷണത്തിന് എൻ്റെ മുമ്പിൽ സമയമില്ല എന്ന് മാത്രമല്ല, ഒരുപാട് പ്രധാനപ്പെട്ട മഹോന്നതരായ വ്യക്തിത്വങ്ങൾ ഇവിടെ സംസാരിക്കാനുണ്ട്. ആദ്യമായി ഞാൻ അവരെയൊക്കെ മറികടന്ന് സംസാരിക്കേണ്ടി വന്നത് ഒരു ദീർഘയാത്ര ചെയ്യേണ്ട അനിവാര്യതയുള്ളതുകൊണ്ടാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും അതിൽ നമ്മുടെ ആദരണീയരായ അതിഥികൾക്കും നേതാക്കൾക്കും ഉണ്ടായ അസൗകര്യത്തിൽ വിനീതമായി മാപ്പ് ചോദിക്കുകയും ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു തൃപ്തിപ്പെട്ട സദസ്സാക്കി ഈ സദസ്സിനെ അള്ളാഹു മാറ്റിത്തരട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. എല്ലാവർക്കും അറിയാം, ഞാൻ വളരെ കൂടുതലൊന്നും സംസാരിക്കേണ്ടതില്ല.
ഇവിടെ നമ്മളെല്ലാവരും ഒത്തുചേർന്നത് പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ബൃഹത്തായ ഒരു കർമ്മത്തിന് ഇവിടെ മഹാനായ തങ്ങളവர்கள் തുടക്കം കുറിക്കുകയാണ്. മഹാനായ തങ്ങളവர்கள் തുടക്കം കുറിക്കുന്ന ബൃഹത്തായ സംഗതിയിൽ സാക്ഷികളാകാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും എത്തിച്ചേർന്നത്. അത് തന്നെ വലിയ ഒരു അമലാണ്. നന്മയിൽ സാക്ഷികളാവുക എന്നതും സ്വാലിഹായ സൽക്കർമ്മങ്ങളിൽപ്പെട്ടതാണ്. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. മഹാനായ തങ്ങളവர்கள் ഏതാനും സമയത്തിനകം ഇവിടെ എത്തിച്ചേരുകയും ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ യാഥാർത്ഥ്യമാക്കാൻ പോകുന്ന ഡയാലിസിസ് സെൻ്ററിന് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളവരുടെ നാമധേയത്തിൽ നമ്മൾ ഇവിടെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ഡയാലിസിസ് സെൻ്ററിൻ്റെ ശിലാസ്ഥാപന കർമ്മം മഹാനായ സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കാനിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ആമുഖമായി ഈ പരിപാടി തുടങ്ങുന്നതിൻ്റെ ആമുഖമായി മഹാനായ ഇസ്മായിൽ ഉസ്താദ് അവർകൾ ദുആ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു ആമുഖ ഭാഷണം എന്ന നിലക്ക് എൻ്റെ ഭാഷണം ആരംഭിക്കുന്നതിന് മുമ്പേ ഞാൻ ദുആ ചെയ്യുകയാണ്. പ്രപഞ്ചനാഥനായ റബ്ബേ, അല്ലാഹുവേ, ഈ സദസ്സിലിരിക്കുന്ന ഒരാളെയും നീ കിഡ്നി രോഗിയാക്കി മാറ്റരുത് അല്ലാ എന്ന് ഞാൻ ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ ഈ ഡയാലിസിസ് സെൻ്ററിന് ശിലാസ്ഥാപനം നടക്കുമ്പോൾ ഒരുപാട് ആളുകൾ, ഞാൻ ഓർക്കാറുണ്ട്, എന്നെ ഒരു ഹോസ്പിറ്റലിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ഞാൻ പള്ളിയിലേക്ക് വന്നപ്പോൾ എന്നോടൊരു ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് ചോദിച്ചു, ഡെന്നി എന്ന് പറയുന്നൊരു ഡോക്ടറാണ്, അദ്ദേഹം ഒരു ക്രൈസ്തവനാണെങ്കിലും പള്ളിയിലെ ഇമാമിനെ കൊണ്ടുവന്ന് ദുആ ചെയ്യിപ്പിച്ചാണ് അദ്ദേഹം എല്ലാ കാര്യവും തുടങ്ങുക. അങ്ങനെ ഞാൻ ആ ഉദ്ഘാടനം കഴിഞ്ഞ് പള്ളിയിലേക്ക് വന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എന്നോട് വന്നിട്ട് ചോദിച്ചു, ഉസ്താദേ, നിങ്ങൾ ആ ഉദ്ഘാടനത്തിന് ദുആ ചെയ്തില്ലേ, എന്താ ദുആ ചെയ്തതെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അതിൽ ബർക്കത്തുണ്ടാകണമെന്ന് ദുആ ചെയ്തു. അപ്പോൾ എന്നോട് ചോദിച്ചു, ബർക്കത്തുണ്ടാകണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ധാരാളം രോഗികൾ ഉണ്ടാകണം എന്നല്ലേ എന്ന്. ഞാൻ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, അല്ല, അവിടെ ചികിത്സ തേടി വരുന്ന മുഴുവൻ ആളുകൾക്കും ശിഫ ലഭിക്കണം എന്നാണ് അവിടെ ബർക്കത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ അദ്ദേഹത്തിന് തിരിച്ചു പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഞാൻ സാന്ദർഭികമായി ഓർക്കുകയാണ്. ഇവിടെ ഒരു ഡയാലിസിസ് സെൻ്ററിന് ശിലാസ്ഥാപനം നടക്കുമ്പോൾ നമ്മുടെ നാട് മുഴുവനും കിഡ്നി രോഗികളാകണം എന്നാഗ്രഹിക്കുകയില്ല. ഈ നന്മ ആവശ്യമുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ പ്രപഞ്ചനാഥനായ റബ്ബിനോട് നമ്മളെല്ലാവരും മനമുരുകി ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ, ഒരാളെയും നീ കിഡ്നി രോഗിയാക്കരുത് എന്ന്. കിഡ്നി രോഗം എന്ന് പറയുന്നത് ശാരീരികമായ അസ്വസ്ഥതകൾ മാത്രമല്ല, ഒരാളെ എല്ലാ രീതിയിലും തളർത്തിക്കളയുന്ന ഒരു മാരക രോഗമാണ് കിഡ്നി രോഗം. ഒരു പക്ഷേ നമ്മുടെ ഇടയിലൊക്കെ കിഡ്നി രോഗികൾ ധാരാളം ഉള്ളതുകൊണ്ട് അതൊരു പ്രയാസമായി നമുക്ക് അനുഭവപ്പെട്ടു കൊള്ളണമെന്നില്ല. പക്ഷേ അത് അനുഭവിച്ച ചില ആളുകൾ പറഞ്ഞത് എല്ലാ രീതിയിലും ഒരാളെ തളർത്തിക്കളയുമെന്നാണ്. ഒന്നാമത്തെ തളർച്ച എവിടെയാണ് വരുന്നത്? മാനസികമായി തളർന്നു പോകും. 2, ശാരീരികമായി തളരും. 3, കുടുംബവും ചുറ്റുഭാഗവുമുള്ള ആളുകളിൽ നിന്ന് ഏൽക്കേണ്ടി വരുന്ന അവഗണകൾ നമ്മെ എല്ലാ രീതിയിലും തളർത്തിക്കളയും. ഞാൻ ഓർക്കാറുണ്ട്, കിഡ്നി രോഗത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരാറുള്ളത് നിങ്ങളുടെ പരിസരത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യനെയാണ്. അദ്ദേഹം ഇന്ന് 6 അടി മണ്ണിൽ നിങ്ങളുടെ പെരിങ്ങത്തൂരിൻ്റെ വിശാലമായ ഖബർസ്ഥാനിൽ അന്തിയുറങ്ങുന്നുണ്ട്. അല്ലാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. അതെൻ്റെ പ്രിയപ്പെട്ട കുറുങ്ങോട്ട് മഹ്മൂദ് ഹാജിയാണ്. മഹ്മൂദ് ഹാജി കിഡ്നി രോഗിയായ ആദ്യകാലത്ത് 10-27 വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ പരിചയപ്പെട്ട അന്ന് കിഡ്നി രോഗിയാണെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞൊരു വാക്ക്, ഉസ്താദേ, നിങ്ങൾ ദുആ ചെയ്യേണ്ടത് കിഡ്നി രോഗം വരാതിരിക്കാനാണ്. ഞാൻ ചോദിച്ചു, എന്താ? എന്നോട് പറഞ്ഞു, ഞാനൊരു സാമ്പത്തികമുള്ള ആളായതുകൊണ്ട് പിടിച്ചു നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരാളെ ദരിദ്രനാക്കി കളയാൻ പറ്റുന്ന രോഗമാണ് കിഡ്നി രോഗം. ഈയിടെ എൻ്റെ വീട്ടിലൊരാൾ വന്നിരുന്നു. അയാൾ എന്നോട് പറഞ്ഞത്, ഒരു മാസം എനിക്ക് ഡയാലിസ് ചെയ്യാനും മറ്റുമായി 45,000 ഉറുപ്പിക വേണം എന്ന് അയാൾ എന്നോട് പറഞ്ഞു. അദ്ദേഹം എന്നോട് ആ വേദന പറഞ്ഞ് കണ്ണിൽ വെള്ളം നിറച്ചത് ഞാൻ ഓർക്കുകയാണ്. 45,000 ഉറുപ്പിക ചികിത്സക്ക്, ഡയാലിസിസിൻ്റെ മരുന്നിൻ്റെ മാത്രം ചെലവാകുന്ന ഒരാൾക്ക് എത്ര കൊല്ലം പിടിച്ചു നിൽക്കാൻ കഴിയും എന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. അങ്ങനെയുള്ള ഒരു മാരകമായ രോഗമാണ്. രണ്ടാമതായി സാമ്പത്തികമായി തളർത്തും. 2 മാനസികമായി തളർത്തും. 3 എല്ലാം വിവരിക്കാനുള്ള സമയം നമ്മുടെ മുമ്പിലില്ല. കുടുംബത്തിൽ നിന്ന് ഉണ്ടാകുന്ന പെരുമാറ്റങ്ങൾ എല്ലാ അർത്ഥത്തിലും നമ്മെ സീറോ ആക്കി കളയും. അതെന്താ കാരണം? ഒരാൾ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, ആദ്യം എനിക്ക് കിഡ്നി രോഗമാണെന്ന് പറഞ്ഞപ്പോൾ
എൻ്റെ കൂടെ എൻ്റെ ആ രോഗത്തെ ഓർത്ത് കരയാനും എന്നെ ചികിത്സിക്കാനും കൊണ്ടുപോകാനൊക്കെ ഭാര്യ മക്കളൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. ഇയാൾ പറയാൻ 1 വർഷത്തോളം ഞാൻ ഡയാലിസ് ചെയ്ത് ജീവിച്ചു. പിന്നെ അവർ തന്നെ എന്നോട് ചോദിക്കാൻ തുടങ്ങി, ഇഞ്ഞുപ്പാക്ക് ഒറ്റക്ക് പോകാൻ പറ്റൂലേ എന്ന് ചോദിക്കാൻ തുടങ്ങി. അയാൾ പറയാണ്, ഇപ്പം എൻ്റെ മുറ്റത്തൊരു ഓട്ടോ വരും. ആദ്യം ഞാൻ എൻ്റെ മക്കളുടെ കാറിലാണ് പോയത്. എൻ്റെ മക്കളും ഭാര്യയുടെയും സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ ഒറ്റക്കാണ് പോകുന്നത്. എല്ലാവർക്കും എന്നോട് വെറുപ്പായി, ഞാനൊരു ഭാരമായി. ഇയാളൊന്നും മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് മനസ്സിലെങ്കിലും ആഗ്രഹിക്കുന്ന കുടുംബക്കാർ ധാരാളമുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നതും ദുആ ചെയ്യുന്നതും. നമ്മൾ ഈ സദസ്സിൽ സന്നിഹിതരായതിൻ്റെ നന്മ കൊണ്ട് അള്ളാഹു നമ്മെ ആ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യാം. രണ്ടാമതായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഡയാലിസുമായി ബന്ധപ്പെട്ട പല മേഖലകളും പരിചയമുണ്ടെങ്കിലും ഒരു മഹല്ല് സ്വമേധയാ ഇത് ഏറ്റെടുത്ത് നടത്തുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ അനുഭവത്തിൽ. വേറെ ഉണ്ടോ എന്നെനിക്കറിയില്ല. പെരിങ്ങത്തൂർ മഹല്ല് കാണിച്ചത്, നിങ്ങൾ കാണിച്ചത് ചെറിയ ധൈര്യമല്ല, വലിയ ധൈര്യമാണ്. എൻ്റെ പ്രിയപ്പെട്ട ഫൈസൽ കയോട് ഞാൻ ചോദിച്ചു, ഇതിൻ്റെ നടത്തിപ്പ് എങ്ങനെയാണ്? അദ്ദേഹം എന്നോട് പറഞ്ഞത്, പാവപ്പെട്ട രോഗികൾക്ക് പൂർണ്ണമായും സൗജന്യവും, അതേപോലെ സാമ്പത്തികമുള്ള ആളുകളോട് അതിന് വരുന്ന ചെലവ് 500 600 എത്രയാണോ അതിൻ്റെ ചെലവ്, അതുമാത്രം സാമ്പത്തികമുള്ളവരോട് വാങ്ങുകയും അല്ലാത്ത പാവപ്പെട്ട രോഗികൾക്ക് പൂർണ്ണമായും സൗജന്യമായി സംവിധാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ഒരുപക്ഷേ ആദ്യം തന്നെ 14 മെഷീനുകളാണ് ഈ സംവിധാനത്തിൽ ചെയ്യുന്നത്, സൗകര്യം ചെയ്യുന്നത്. പിന്നെ അത് നേരെ ഇരട്ടിയാക്കി 28 ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷേ ഈ മഹല്ലിന് അത്ര വേതനം ആവശ്യമുണ്ടാകണമെന്നില്ല. ഈ മഹല്ലിനെ മാത്രം ആഗ്രഹിച്ചല്ല, നമ്മുടെ പരിസരത്തുള്ള ആളുകളുടെ ആവശ്യവും കൂടെ പരിഗണിച്ചുകൊണ്ടാണ് അൽഹംദുലില്ലാഹ് പെരിങ്ങത്തൂർ മഹല്ല് മുസ്ലിം ജമാഅത്ത് ഈ മഹത്തായ കർമ്മത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചത് എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിച്ചു തരട്ടെ, ആമീൻ എന്ന് ഞാൻ ആമുഖമായി ദുആ ചെയ്യാൻ. ഒരു സുദീർഘമായ ഭാഷണത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഇന്ന് ഏറ്റവും അനിവാര്യമായ സംഗതിയാണ്. പാറക്കടവിലുണ്ട്, അതേപോലെ നമ്മുടെ നാദാപുരത്തിനടുത്ത് പല സ്ഥലങ്ങളിലുമുണ്ട്. പക്ഷേ പാറക്കടവിലൊക്കെ അവസ്ഥ പ്രിയപ്പെട്ട MP അബ്ദുള്ള ഹാജി പറയാറുണ്ട്, അവിടെയുള്ള ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ തന്നെ ഒരിക്കൽ ഒരു രോഗിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തപ്പോൾ, പാറക്കടവിലെ ഡയാലിസ് സെൻ്ററിലേക്ക് റെക്കമെൻഡ് ചെയ്തപ്പോൾ, ഞാൻ അവിടെയുമായി അഭേദ്യമായ ബന്ധമുണ്ട് എന്നറിഞ്ഞ് ഒരാൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങളൊന്ന് റെക്കമെൻഡ് ചെയ്യണം. അതിൻ്റെ ഭാരവാഹികൾ നിങ്ങളുമായി ബന്ധപ്പെട്ടവരാണല്ലോ, ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടക്കാണ്, ഡയാലിസ് ചെയ്യാനുള്ള സാമ്പത്തികമില്ല, നിങ്ങളൊരു വാക്കു പറഞ്ഞാൽ അത് നടക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാനതിൻ്റെ ബന്ധപ്പെട്ട ആളുകളോട് ബന്ധപ്പെട്ടപ്പോൾ അവർ തന്ന മറുപടി എന്താണെന്നറിയോ? എല്ലാം ഫുള്ളാണ്, ഇനി ഒരാളെ പുതുതായി കയറ്റണമെങ്കിൽ ഒന്നുകിൽ ഒരാൾ മരിക്കണം, അല്ലെങ്കിൽ ഒരാളെ മരിക്കാൻ ഞങ്ങൾ ആ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി വിടണം എന്നായിരുന്നു മറുപടി ഉണ്ടായത്. ഇതൊന്നും മതിയാകുന്നില്ല. ഓരോ കുഗ്രാമങ്ങളിലും ഡയാലിസ് സെൻ്ററുകൾ നിർമ്മിക്കപ്പെടേണ്ട സാഹചര്യത്തിലേക്ക് കിഡ്നി രോഗികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കിഡ്നി രോഗത്തിൻ്റെ കാരണം എന്താ? ഇന്നലെ ഇപ്പോൾ ഇവിടെ വന്നിട്ട് കിഡ്നിയുമായി ബന്ധപ്പെട്ട ചില ടെസ്റ്റുകളൊക്കെ നടന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നടന്നിട്ടുണ്ടാവും. അപ്പോൾ പറയാം, ഭക്ഷണത്തിൽ ശ്രദ്ധിക്കണം, വെള്ളത്തിൽ ശ്രദ്ധിക്കണം, വ്യായാമം ഇതൊക്കെ വേണം. ഒരു പക്ഷേ മെഡിക്കൽ സയൻസ് പറയുന്ന എല്ലാ കാരണങ്ങളും നിങ്ങൾ പരിശോധിച്ചാലും അതൊന്നുമില്ലാത്തവർക്കും കിഡ്നി രോഗം വരാൻ സാധ്യതയുണ്ട്. കിഡ്നി രോഗം വരും. ഞാനിത് വെറുതെ പറയല്ല. എൻ്റെ പരിചയത്തിലുള്ള ഡോക്ടറിനോട് പറഞ്ഞത്, ഏത് രോഗത്തിൻ്റെയും കാരണം ഞങ്ങൾ ആയിരക്കണക്കിന് രോഗികളെ നിരന്തരമായി പരിശോധിച്ചവയിലെ സ്വഭാവങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് രോഗനിർണയം നടത്തുക. ഒരു രോഗമാണെങ്കിൽ ആ രോഗത്തിന് ഇന്ന സ്വഭാവമുണ്ടാകുമെന്ന് ഞങ്ങൾ ഡയഗ്നോസ് ചെയ്യുന്നത് അങ്ങനെയാണ് എന്ന് പറഞ്ഞ അദ്ദേഹം എന്നോട് പറയാണ്, ഞങ്ങൾ പറയുന്ന കാരണങ്ങൾ 65% 70% ഫിറ്റാവുള്ളൂ, 30% ഞങ്ങൾ പറയുന്ന കാരണങ്ങൾ ഫിറ്റാവണമെന്നില്ല എന്നാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് എന്താ പറഞ്ഞത്? നന്നായി മനസ്സിലാക്കണം. ഖത്തറിൽ ഇതിൻ്റെ പരിപാടി നടന്ന സമയത്ത് പ്രിയപ്പെട്ട സൈനുൽ ആബിദ് ഖാനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡയാലിസ് സെൻ്ററിൻ്റെ നിങ്ങൾ മെഷീനുകൾ സംവിധാനം ചെയ്യുമ്പോൾ അതിന് വേണ്ട സംവിധാനങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂടെ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കൗൺസിലിങ്ങും കൂടി നിങ്ങൾ രോഗികൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. രോഗമെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണമാണ് എന്ന് ഹബീബായി നബിയുന മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. 2-3 മേഖലയുണ്ട്, എല്ലാം കൂടെ പറയാൻ സമയമില്ല. ഒന്ന്, നമ്മൾ തന്നെ വരുത്തി വെക്കുന്നതാണ്. അതും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വമാ ളലംനാഹും വലാകിൻ കാനൂ അൻഫുസഹും യളിമൂൻ. ഞാൻ നിങ്ങളെ ഒന്നും ചെയ്തിട്ടില്ല, നിങ്ങളുടെ ശരീരങ്ങളെ താറുമാറാക്കിയത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ ഒന്ന്, നമ്മുടെ ജീവിതശൈലി രോഗം കൊണ്ടും നമ്മിൽ നിന്ന് വരുന്ന പിടിപ്പുകൂടും കൊണ്ടും സംഭവിക്കുന്ന രോഗങ്ങളാണ്. 2, എല്ലാം അങ്ങനെയല്ല, വേറെ ചിലത് അല്ലാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ കൂടെ വരുന്നതാണ്. നമ്മുടെ തന്നെ മോശം കൊണ്ടുവന്ന രോഗമായാലും പരീക്ഷണം കൊണ്ടുവന്ന രോഗമായാലും 2 കൊണ്ടും അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത് നമ്മെ ശുദ്ധീകരിക്കുകയും രക്ഷപ്പെടുത്തുകയുമാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഇതിൻ്റെ കൂടെ കൊടുക്കണം. ഒരു രോഗിക്ക് അല്ലാഹു തആല വാരിക്കോരി ചൊരിഞ്ഞുന്ന പ്രതിഫലത്തെക്കുറിച്ച് രോഗികൾക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അവർക്ക് മനസ്സിലുണ്ടാകുന്ന സമാധാനവും ആശ്വാസവും രോഗം പെട്ടെന്ന് സുഖപ്പെടാനും അതേപോലെ അവർക്ക് നല്ല മാനസികാവസ്ഥ ലഭിക്കാനും സഹായകമാകുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും എൻ്റെ സഹോദരങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ദീർഘിപ്പിച്ച് ഞാൻ സംസാരിക്കുകയില്ല. മഹാനായ പാണക്കാട് സയ്യിദ് മഹാനായ സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ ഡയാലിസ് സെൻ്ററിന് തറക്കല്ലിടാൻ പോവാണ്. അൽഹംദുലില്ലാഹ്, അറിയാൻ കഴിഞ്ഞത് 2 മാന്യ വ്യക്തികൾ അല്ലേ, എത്ര സെന്റ് സ്ഥലം? 7 സെന്റ് സ്ഥലം വീതം 2 വ്യക്തികൾ ചേർന്ന് 10 സെന്റ് സ്ഥലം അവരുടെ ഭൂമി വിട്ടുകൊടുത്തിരിക്കുകയാണ്. എന്തിനെന്നറിയോ? എന്തിനാണ് അവർക്ക് വിട്ടുകൊടുത്തത്? അവരോട് ചോദിച്ചു നോക്കുക, അവർ പറയാ, അള്ളാഹുവിൻ്റെ കാരുണ്യം എനിക്ക് കിട്ടാനാണ്. റബ്ബിൻ്റെ കാരുണ്യം എങ്ങനെ കിട്ടുക? ഇർഹമു മൻ ഫിൽ അർള്, ഭൂമിയിൽ കരുണ ആവശ്യമുള്ള ആളുകൾക്ക് നിങ്ങൾ കരുണ ചെയ്താൽ അല്ലാഹു തആല നിങ്ങൾക്ക് കരുണ ചെയ്യുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ വാക്യങ്ങളുടെ അർത്ഥതലങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും ആ സഹോദരങ്ങൾ 10 സെന്റ് ഭൂമി നമ്മുടെ ഈ സംവിധാനത്തിന് കൊടുത്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. റബ്ബേ, നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ എന്നവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യാൻ. മാത്രമല്ല, 2 മാന്യ വ്യക്തികളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഒരുപക്ഷേ നിങ്ങളുടെ ആഖിറം സലാമത്താകാൻ അത് മതിയാകും നിങ്ങൾക്ക്. എന്തുകൊണ്ടെന്നറിയോ? ഇവിടെ വരുന്ന ഓരോ രോഗിയും 14 ഡയാലിസ് മെഷീൻ നമ്മൾ സംവിധാനിച്ചാൽ 30-40 ആളുകൾ ഒരു ദിവസം ഡയാലിസ് ചെയ്യപ്പെടും. അത് 28 ആകുമ്പോൾ അതിലും കൂടുതൽ ആളുകളാവും. അത്രയും ആളുകൾ ഇവിടെ വന്ന് ആശ്വസിച്ച് ഡയാലിസ് ചെയ്ത് ശരീരത്തിലെ പ്രതിബന്ധങ്ങൾ നീങ്ങിയിട്ട് സന്തോഷത്തോടെ അവർ ഇറങ്ങിപ്പോകുമ്പോൾ അവരുടെ മനസ്സിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയില്ലേ, അതും മതി നിങ്ങളുടെ ആഖിറം സലാമത്താകാനെന്ന് ഞാൻ അവരോട് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. അർഹമായത് നിങ്ങൾക്ക് റബ്ബ് പ്രതിഫലമായി നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ബാക്കിയുള്ള സ്ഥലം നമ്മുടെ പ്രിയപ്പെട്ട പരിങ്ങത്തൂർ മഹല്ല് മുസ്ലിം ജമാഅത്തിൻ്റെ അധീനതയിലുള്ള സ്ഥലം വഖഫ് ബോർഡിൻ്റെ സമ്മതത്തോടുകൂടെ ലീസിന് വേണ്ടി വാങ്ങിയാണ് ഈ സംവിധാനം ഇവിടെ നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരോട് ഞാൻ ഓർമ്മപ്പെടുത്താൻ, മഹാനായ തങ്ങളവർകൾ എത്തിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ സദസ്സ് നേരെ നമ്മുടെ സദസ്സ് ശിലാസ്ഥാപന ചടങ്ങിലേക്ക് കടക്കുകയാണ്. അതിന് മുമ്പ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഇതാർക്ക് വേണ്ടി സംവിധാനിച്ചതാണ് എന്ന് മനസ്സിലായോ? ആർക്ക് വേണ്ടിയാണ് ഇത് സംവിധാനിച്ചത്? നൗഷാദ് ഖാൻ, നിങ്ങൾ മറുപടി പറയാം. ആർക്ക് വേണ്ടിയാണ് ഇത് സംവിധാനിക്കുന്നത്? ഈ ഡയാലിസ് സെന്റർ ആർക്ക് വേണ്ടിയാണ്? കിഡ്നി രോഗികൾക്ക് വേണ്ടിയാ. കിഡ്നി രോഗി എന്ന് പറഞ്ഞാൽ ആരാ? നമ്മൾ ആ കൂട്ടത്തിലുണ്ടോ എന്നറിയില്ല. ഈ ഇരിക്കുന്ന നമ്മൾ ആ കൂട്ടത്തിൽ പെട്ടിട്ടുണ്ടോ എന്നറിയില്ല. അള്ളാഹുവിൻ്റെ ഖദാഇൽ നമ്മുടെ കാര്യത്തിൽ എന്താണ് റബ്ബിൻ്റെ തീരുമാനം എന്നും നമുക്കറിയില്ല. നിങ്ങൾക്കറിയാം, ഒരു 10 ദിവസം ഒരാൾ എന്നോട് വന്നിട്ട് പറഞ്ഞത്, ശരീരമാസകല നീര് വന്നു, പരിശോധിച്ചപ്പോൾ കിഡ്നി ഫയലായി പോയിട്ടുണ്ട് സാധേൻ. ഇതാൾ പറയാൻ. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഷുഗർ ഉണ്ടോ? നോ, ഷുഗർ ഇല്ല. കൊളസ്ട്രോൾ ഉണ്ടോ? ഇല്ല. തൈറോയിഡ് ഉണ്ടോ? ഇല്ല. മറ്റെന്തെങ്കിലും? ഒന്നുമില്ല. അയാൾ എന്നോട് പറയാൻ. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഈ ഇരിക്കുന്ന നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ആ അസുഖമുണ്ടോ? നമുക്കറിയില്ല. ഇതാർക്ക് വേണ്ടിയായി നിർമ്മാണം നടത്തുന്നതെന്നറിയോ? അല്ലാഹു തആലയുടെ ഖദാഇൽ കിഡ്നി രോഗിയാകണം എന്ന് പടച്ച റബ്ബ് വിധിച്ച ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ തന്നെയാകാം. അല്ലാഹു തആല അങ്ങനെ ആക്കാതിരിക്കട്ടെ.
അവർക്ക് വേണ്ടിയാണ് നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ വാപ്പമാർക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ഉമ്മമാർക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ജേട്ടന് വേണ്ടി, അനുജന് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ അയൽവാസിക്ക് വേണ്ടി, അവർക്ക് വേണ്ടിയിട്ട് നമ്മളിത് നിർമ്മിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മഹാനായ തങ്ങളവർകൾ ശിലാസ്ഥാപനം നിർവഹിച്ചതുകൊണ്ട് മാത്രം ഇവിടെ ഈ സംവിധാനം ഉണ്ടാവില്ല. അതിന് വേണ്ട സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം. അതിനു വേണ്ട സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം. നമുക്ക് ഈ ബിൽഡിങ് ഇവിടെ യാഥാർത്ഥ്യമാകണമെങ്കിൽ, അൽഹംദുലില്ലാഹ് ഇവിടെ വന്നപ്പോൾ തന്നെ അറിയാൻ കഴിഞ്ഞ സംഗതി, ഡയാലിസ് മെഷീനുകൾ 14 ഡയാലിസ് മെഷീനുകൾ വേണം. 10 എണ്ണം ഓരോ സുമനസ്സുകളായ ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ട്. 10 ഡയാലിസ് മെഷീനുകൾ ഓരോരുത്തർ ഇങ്ങോട്ട് വന്ന് ഓഫർ ചെയ്തിട്ടുണ്ട്. 4 എണ്ണത്തിൻ്റെ ഷോട്ടാണ് ഉള്ളത്. 1 2 നമ്മുടെ ബിൽഡിങ്ങിലേക്ക് ആവശ്യമായ, ഇതിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായത് 9,000 സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്ങാണ് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത്. അതിന് ആവശ്യമായ നിർമ്മാണത്തിൻ്റെ ഫണ്ട് 3 കോടിയോളം വരും. ആ 3 കോടി ഫണ്ടിൽ ഏകദേശം 1 കോടിയോളം ഖത്തറിൽ നിന്ന് നമ്മുടെ സഹോദരങ്ങൾ സമാഹരിച്ചിട്ടുണ്ട്. അവരതിനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. 1.5 കോടിയുടെ മുകളിൽ പണം സ്വരൂപിക്കാൻ കഴിഞ്ഞാലേ നമുക്ക് ഈ സംഗതി യാഥാർത്ഥ്യമാക്കാൻ കഴിയുള്ളൂ. നമ്മൾ അൽഹംദുലില്ലാഹ് നല്ല നിയ്യത്തോടെ സംഗതിക്ക് വേണ്ടി ഒരുങ്ങിയതാണ്. അത് യാഥാർത്ഥ്യമാക്കാൻ 1.5 കോടിയോളം ഉറുപ്പികകൂടെ നമ്മൾ സമാഹരിച്ച് ദ്രുതഗതിയിൽ അതിൻ്റെ പണി തുടങ്ങിയാലേ നമുക്ക് പെട്ടെന്നത് രോഗികൾക്ക് ഉപയോഗപ്പെടുന്ന രീതിയിലേക്ക് മാറ്റാൻ കഴിയുകയുള്ളൂ. അതിനുള്ള സംവിധാനം ഇവിടെ ഉണ്ടാകണം എന്ന് വളരെ വിനയത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, ഖത്തറിൽ വെച്ച് ഇതിൻ്റെ ഒരു മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൽ അവരെന്നോട് പ്രഖ്യാപനം നടത്താൻ പറഞ്ഞപ്പോൾ ഞാൻ കൂട്ടാക്കിയില്ല. ഞാൻ പറഞ്ഞു, ഞാൻ പ്രഖ്യാപിച്ചാൽ ഇതെപ്പോൾ ഉണ്ടാകും? ഞാനൊരു സയ്യിദല്ല, അഥറുള്ള നാവല്ല, എന്തെങ്കിലും അല്ല പറഞ്ഞാൽ പടച്ച റബ്ബ് കേൾക്കാൻ മാത്രം ഭാഗത്തിലൊരു മനുഷ്യനുമല്ല. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കതിന് ധൈര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങളെല്ലാം അതിൻ്റെ പിന്നിലുണ്ടാകും, യാഥാർത്ഥ്യമാക്കുമെന്ന് പറഞ്ഞവരുടെയൊക്കെ പകരക്കാരനായി പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എപ്പോഴാണ് ഇത് ശിലാസ്ഥാപന കർമ്മം നടക്കുക? അവർ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് 2025 ആദ്യഘട്ടത്തിൽ ഇന്ന് ശിലാസ്ഥാപന കർമ്മം നടക്കുമെന്ന് അവർ പറഞ്ഞത് അൽഹംദുലില്ലാഹ് വാക്കവർ പൂർത്തീകരിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരോട് പറയാൻ, അവരാദ്യം പറഞ്ഞ വാക്ക് പൂർത്തീകരിക്കുന്നു. അതുകൊണ്ട് ഇത് യാഥാർത്ഥ്യമാക്കും എന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് ഉറച്ച് വിശ്വസിക്കാം. എല്ലാവരും ഇതിൻ്റെ കൂടെ ചേർന്ന് നിന്ന് കൊടുക്കണമേ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. എന്തിനാണ് ഇതെങ്ങനെയെന്ന് അറിയുന്നത്? ഈ ജീവിതം അല്ലാഹു തന്നത് നമ്മളെ പരീക്ഷിക്കാനാണ്. എന്താ പരീക്ഷണം? എല്ലാ മേഖലയിലും പരീക്ഷണം. പടച്ച റബ്ബിൻ്റെ പരീക്ഷണത്തിനാണ് മനുഷ്യൻ വിധേയമായി കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ നിങ്ങൾ ലോസ് ഏഞ്ചൽസ്, അവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ ഒരു നാട് നിന്ന് കത്തുന്നത് ലോകത്തെ എല്ലാ സംവിധാനവും കയ്യിലുള്ളവനെ നോക്കി നിൽക്കാനല്ലാതെ അള്ളാഹുവിൻ്റെ അദാബ് വന്നപ്പം മറുത്തൊന്നും ചെയ്യാൻ ലോക പോലീസിനോ ലോകത്തെ അധികാര ശക്തികളുടെ കേന്ദ്രത്തിലിരിക്കുന്നവർക്കോ കഴിഞ്ഞില്ല എന്നത് അല്ലാഹു തആല ഒരു മനുഷ്യൻ്റെ മുമ്പിൽ മനുഷ്യൻ എത്രമാത്രം ബലഹീനനാണ്, അശക്തനാണ് എന്ന് റബ്ബ് കാണിച്ചു തരുന്ന ഒരു സംഗതിയാണ്. ഒരുപാട് പാഠം അതിൽ പഠിക്കാനുണ്ട്. പ്രിയമുള്ളവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് കാരുണ്യവാനായ റബ്ബിൻ്റെ കരുണയാണ് നമുക്ക് ആവശ്യം.
ആ കരുണ കണ്ടേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അതിന് അല്ലാഹു തആല പറഞ്ഞത്, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നിസ്കാരം കൊണ്ട്, നോമ്പ് കൊണ്ട്, സക്കാത്ത് കൊണ്ട്, ഹജ്ജ് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? നമ്മൾ അസർ നിസ്കരിച്ചല്ലേ ഇങ്ങോട്ട് വന്നത്. ആ അസർ നിസ്കാരത്തിൻ്റെ കഥ എന്താ? നമ്മൾ നോറ്റ നോമ്പിൻ്റെ കഥ എന്താ? നമ്മൾ ചെയ്യുന്ന അമലുകളുടെ കഥ എന്താണ്? അതുമായി റബ്ബിൻ്റെ മുമ്പിലേക്ക് എത്തിയിട്ട് പടച്ചോനെ എന്നെ നിസ്കാരം കൊണ്ടെന്നെ രക്ഷപ്പെടുത്തി തരണേ എന്ന് പറയാനുള്ള അധികാരം, അതിനുള്ള വോയിസ് നമുക്കുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കൂ. അതിനാണ് അല്ലാഹു തആല ഒരു ഓപ്ഷൻ തന്നത്. ആ ഓപ്ഷൻ കരുണ ആവശ്യമുള്ള ആളുകൾക്ക് കരുണ ചെയ്ത് നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന ഓപ്ഷനാണ്. മാത്രവുമല്ല, ഇവിടെ നമ്മൾ സംവിധാനിക്കുമ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞു, പാവപ്പെട്ടവർക്ക് പൂർണ്ണമായും സൗജന്യമായ ഡയാലിസിസ്. എങ്ങനെ പാവപ്പെട്ടവനായത്? പാവപ്പെട്ടവരില്ലെങ്കിൽ, ഞാൻ എപ്പോഴും ഇത് പറയുമ്പോൾ ഓർത്തു പോവുക, മഹാനായ ചെറുശ്ശേരി സൈനുദ്ദീൻ ഉസ്താദ് അവരുടെ ഷെയ്ഖുനായുടെ വാക്ക, മഹാനവറുകൾ ക്ലാസ്സിൽ ഇടയ്ക്ക് ഓതാറുള്ളൊരു ഹദീസുണ്ട്, ലൗലൽ ഹംഖാഉ ലഖരിബത്തി ദുനിയ. ഉസ്താദ് അർത്ഥം വെക്കുക, രസകരമായി തമാശ പറയും ക്ലാസ്സിൽ. ലൗലൽ ഹംഖാഉ, ഹംക്കുകളില്ലെങ്കിൽ അർത്ഥം വെക്കുക. അത് അതേപോലെ അറബിയിൽ നിങ്ങൾ വിചാരിക്കണ ഹംക്ക് എന്നല്ല ഇതിൻ്റെ അർത്ഥം. ലൗലൽ ഹംഖാഉ, നമ്മൾ ചിലപ്പോൾ ദേഷ്യം പിടിക്കാൻ ആരെ ചീത്ത പറയുക ഹംക എന്നൊക്കെ വിളിക്കാറുണ്ട്. ആ ഹംക്കല്ല, ലൗലൽ ഹംഖാഉ, ബുദ്ധിശൂന്യരായ ആളുകളില്ലായിരുന്നെങ്കിൽ, ബുദ്ധിക്കുറവുള്ള ആളുകളില്ലായിരുന്നെങ്കിൽ. ശരിയല്ലേ? 2x2, നിങ്ങളൊക്കെ പറയും 4. 2x2 4 പറഞ്ഞാൽ 27 വട്ടം പറഞ്ഞു കൊടുത്താലും തിരിയാത്തോലില്ലേ? 2x2 4 ഓന് മനസ്സിലാവില്ല. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയുള്ള ബുദ്ധിശൂന്യരുള്ളത് കൊണ്ടല്ലേ, പഠിക്കാൻ കഴിയാത്തവരുള്ളത് കൊണ്ടല്ലേ ഞാനും നിങ്ങളും സുന്ദരമായ വീടുകൾ നിർമ്മിച്ചത്? എഞ്ചിനീയർ പ്ലാൻ വരക്കും, എഞ്ചിനീയർ ഒരു കല്ല് പോലും ചുമരിൽ എടുത്തു വെക്കൂല. അതെടുത്തു വെക്കുന്നത് ഇതേപോലെ SLCക്ക് 3 വട്ടം തോറ്റുപോയവനാണ്, പഠിക്കാൻ മണ്ടയില്ലെന്ന് പറഞ്ഞിറങ്ങിപ്പോന്നവനാണ്. അത് പറയാറുണ്ട്, ഡോക്ടർമാരും എഞ്ചിനീയർമാരൊക്കെ മത്സ്യം കൂട്ടുന്നത് ഈ ബുദ്ധിശൂന്യരായ ആളുകൾ കടലിൽ പോയി മുക്കുവന്മാരായവർ മത്സ്യം പിടിച്ചു കൊണ്ടുവരുന്നത് കൊണ്ടാണ്. എഞ്ചിനീയർ വൈകുന്നേരം പൈസയും വാങ്ങി പോകുമ്പോൾ അയാൾക്ക് അയക്കോറ വാങ്ങാൻ കഴിയുന്നത് മഹാനവറുകൾ സ്വതസിദ്ധമായ ശൈലിയിൽ പറയാറുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങളെ, ഈ പാവപ്പെട്ടവരില്ലെങ്കിൽ നമ്മുടെ ജീവിതം ദുസ്സഹമാകും. ഞാൻ ചോദിക്കട്ടെ, ഒരു ടോയ്ലറ്റിൻ്റെ ടാങ്ക് ബ്ലോക്കായി, ആ ബ്ലോക്ക് നീക്കാൻ ഒരു എഞ്ചിനീയറെ കിട്ടുമോ? ആരെയാ കിട്ടുക? പാവപ്പെട്ടവനാ വരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം സുഖസമ്പൂർണമായി മുന്നോട്ട് പോകണോ? പാവപ്പെട്ടവരിവിടെ ഉണ്ടാവണം. അല്ലാഹു തആല അങ്ങനെയാണ് ഭൂമിയിലെ മനുഷ്യ ജീവിതത്തെ റബ്ബ് സംവിധാനിച്ചത്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, ധനികരോട് പറഞ്ഞു, പാവപ്പെട്ടവർക്ക് ആവശ്യം വരുമ്പോൾ അവരുടെ ആവശ്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയുണ്ടാകണം. അതാണ് സക്കാത്ത്, അതാണ് ദാനധർമ്മം. ഞാൻ എൻ്റെ പ്രിയമുള്ളവരോട് ഓർമ്മപ്പെടുത്താൻ, ഇങ്ങനെ കിഡ്നി രോഗികളായി ഡയാലിസ് ചെയ്യാൻ സാമ്പത്തികമില്ലാതെ വിഷമിക്കുന്ന നമ്മുടെ നാടിൻ്റെയും പരിസര പ്രദേശത്തുമുള്ള എല്ലാവർക്കും വേണ്ടി നമ്മൾ കൂട്ടമായി നിർമ്മിക്കുന്ന സംവിധാനമാണിത്. ഒരാൾ കിഡ്നി രോഗിയായി, അയാൾക്ക് സ്വയം ഒരു ഡയാലിസ് സെന്റർ ഉണ്ടാക്കാൻ കഴിയില്ല, സ്വയം മെഷീൻ വാങ്ങി വെക്കാൻ കഴിയില്ല. എല്ലാവരും കൂടെ ചേർന്ന് നിൽക്കുകയാണ് ഒരു സംവിധാനത്തിന് വേണ്ടി. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഈ സംവിധാനത്തിനുണ്ടാകണം. 1.5 കോടി ഷോട്ടുണ്ട് ഈ ബിൽഡിങ്ങിലേക്ക്. ആ 1.5 കോടി ഷോട്ട് മഹാനായ സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ വേദിയിലേക്ക് വന്ന് ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുന്നതിന് മുമ്പ് ഈ സദസ്സ് പൂർത്തിയാക്കണേ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ഹദീസ് അതിന് പറ്റാവുന്നവരവിടെ ഉണ്ട്. 1.5 കോടി എന്ന് പറഞ്ഞാൽ 150 ആളുകൾ 1 ലക്ഷം കൊടുത്താൽ, 5 ലക്ഷം വീതം കൊടുത്താൽ അതിന് വേണ്ടത് കേവലം 30 ആളുകൾ മാത്രമാണ്. പറ്റാവുന്നവർ ഈ സദസ്സിലുണ്ട്. ഈ സദസ്സും ഈ നാടും പരിസരവും ഒക്കെ എനിക്കറിയുന്നവരാണല്ലോ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, രാജാതിരാജനായ റബ്ബിനോട്, പടച്ചോനെ എന്നെ ഒരു കിഡ്നി രോഗിയാക്കരുത് അല്ലാ. റബ്ബേ, എൻ്റെ വക ഈ സംവിധാനത്തിന് ആ നിയ്യത്തിൽ ഞാൻ 5 ലക്ഷം കൊടുക്കുകയാണ് റബ്ബേ. 1 ലക്ഷം ഞാൻ ദാനധർമ്മം ചെയ്യാൻ. പുണ്യനബി പറഞ്ഞില്ലേ, അസ്വദഖതു റദ്ദുൽ ബലായ, നിങ്ങൾ വല്ല സ്വതക്കയും ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് ബലാകൾ തട്ടി നീക്കണമെന്ന നീയത്തോടെ നിങ്ങൾ സ്വതക്ക ചെയ്താൽ അല്ലാഹു തആല ആ ബലാ അള്ളാഹു നിങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്തുമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ? അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, അങ്ങനെ ഉള്ള ഒരു പിന്തുണ ഈ സംവിധാനത്തിന് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ഹദീസ്, ഇവിടെ ഇരിക്കുന്ന ചില ആളുകൾ എന്നോട് പറയാറുണ്ട്, ഇവിടെ ഇരിക്കണമല്ലോ, എൻ്റെ അടുത്തുള്ള ചില അടുത്ത സുഹൃത്തുക്കൾ പറയും, ഉസ്താദേ ഈ പിരിവന്നാ നിൽക്കുന്നോട്, ഈ പിരിവന്നാ നിൽക്കാൻ എഴുതി വെച്ചോളൂ, ഖിയാമത്ത് നാൾ എന്നാണോ അന്നാ പിരിവെക്കുക, ദജ്ജാൽ എന്നാണോ വരിക അന്നാണ് പിരിവ് നിൽക്കുക. ദജ്ജാൽ വന്ന് മഹാനായ പിന്നെ വലിയ ആശ്വാസം കിട്ടുന്ന ഒരു കാലുണ്ട്, അത് ഇമാം മഹദിയുടെ കാലാണ്. മഹദി ഇമാമ് ചുറ്റുഭാഗത്തും വരുന്നവർക്കൊക്കെ വാരിക്കോരി കൊടുക്കുന്നതാണ്.
വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കുമെന്നാണ് ഹദീസിൽ കാണാൻ കഴിയുന്നത്. ഹദീസിൽ അങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചില ആളുകൾ ചോദിക്കാറുണ്ട്, പിരിവപ്പള നിൽക്കുക. ഞാൻ അവരോട് പറയില്ല ഖിയാമത്ത് നല്ലെന്നാണ്. കാരണം എന്താ? ഇത് പരീക്ഷണ. ഇല്ലാത്തവനെ ഇല്ലാതാക്കിയത് റബ്ബാണ്, ഉള്ളവനെ ഉള്ളവനാക്കിയത് റബ്ബാണ്. ഈ ഇരിക്കുന്ന സയ്യിദുൽ ആബിദീൻ ഖാനെ കുറിച്ച് ഞാൻ ഖത്തറിൽ പോയപ്പോൾ കേട്ടത്, മൂപ്പര് ആളുകൾ പറഞ്ഞു എന്നോട്, ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു ഇല്ലേ ആബിദ് ഖാൻ? ഇല്ലാത്തൊരു കാലം എന്നോട് പറയാൻ, മാർക്കറ്റിൽ പോയി സാധനം വാങ്ങി അല്ലാഹു തആല ചെയ്ത ബിസിനസ്സിൽ പടച്ചറബ് പരാജയം കൊടുത്തു. പിന്നെ ആ മനസ്സിൻ്റെ ശുദ്ധി കൊണ്ടാകും അല്ലാഹു തആല വിജയം കൊടുത്തു. അങ്ങനെ തന്നെ ഇരിക്കൂലേ പല ആളുകളുടെയും അനുഭവം? അങ്ങനെയായിരിക്കില്ലേ? അപ്പം പടച്ചറബ് എന്താ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കാരണമൊന്നുമില്ല. ഞാൻ നല്ല സൈറ്റ് നോക്കി കണ്ടെത്തിയിട്ട് അങ്ങനെ ചെയ്തു എന്നൊന്നുമല്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മളിൽ വന്ന് ചേർന്നു എന്നാ. ഇനി ഒരു ഹദീസ് കേട്ടോളൂ. അള്ളാഹുവിൻ്റെ നിഅമത്ത് നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്നവർ കൈപൊക്കി. അള്ളാഹു തന്ന നിഅമത്ത് നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്നവർ കൈപൊക്കിയാണ്. അള്ളാഹു ഒക്കെ നിലനിർത്തി തരട്ടെ. ഒരു ഹദീസ് നന്നായി കേട്ടോളൂട്ടോ. ഇന്നലില്ലാഹി ഖൽഖാ, അല്ലാഹു ഇന്നലില്ലാഹി അഖ്വാമൻ, ഇന്നലില്ലാഹി ഇൻദ അഖ്വാമിൻ നിഅമ, ഇന്നലില്ലാഹി ഇൻദ അഖ്വാമിൻ നിഅമ. അല്ലാഹു തആല ചില ആളുകൾക്ക് ചില അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. കേൾക്കണേ, ഈ ഹദീസ് നന്നായി കേൾക്കണം, മറന്നു പോകരുത്. ഇന്നലില്ലാഹി ഇൻദ അഖ്വാമിൻ നിഅമ, അല്ലാഹു തആല ചില ആളുകൾക്ക് ചില അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. യുഖിറുഹാ ഇൻദഹും, ആ അനുഗ്രഹം അല്ലാഹു തആല അവരുടെ അടുത്ത് തന്നെ നിലനിർത്തും. മാ കാനൂ ഫീ ഹവായിജിൽ മുസ്ലിമീൻ, അവർ ആ അനുഗ്രഹം കൊണ്ട്, ആളുകൾ ആവശ്യക്കാർക്ക് ആ അനുഗ്രഹം കൊണ്ട് അവർ ഗുണം ചെയ്യുന്ന കാലമത്രയും. മാലം യമല്ലോഹും, മടുപ്പ് വരാത്ത കാലത്തോളം. ചെക്ക് ഡയാലിസ് സെന്ററിന്, പള്ളിക്ക്, പാവപ്പെട്ടവന്, യതീമിൻ്റെ കല്യാണത്തിന് ചെക്ക് എഴുതി കൊടുത്ത് മടുപ്പ് വരാത്ത കാലത്തോളം. ഫഇദാ മല്ലോഹും, എഴുതി വെച്ചോളം, മടുപ്പ് വന്നാൽ നഖലഹാ ഇലാ ഗൈരിഹിം, രാജാതിരാജനായ അല്ലാഹു അവരുടെ കയ്യിൽ നിന്നത് മാറ്റി മറ്റുള്ളവരുടെ കയ്യിലേക്ക് അല്ലാഹു തആല അത് മാറ്റിക്കൊടുക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിച്ചു നോക്കൂ, അല്ലാഹു തആല ചില ആളുകൾക്ക് പടച്ച റബ്ബ് അനുഗ്രഹം ചെയ്യുന്നത് അതുകൊണ്ട് ജനങ്ങൾക്ക്, റബ്ബിൻ്റെ സൃഷ്ടികൾക്ക് ഗുണം ചെയ്യാനാണ്. മറ്റൊരു ഹദീസ് നോക്കൂ നിങ്ങൾ. അല്ലാഹുവിൻ്റെ ഹബീബ് പറയാൻ, ഇന്നലില്ലാഹി അഖ്വാമൻ, അല്ലാഹുവിൻ്റെ ചില ജനങ്ങളുണ്ട് ഇഖ്തസ്സഹും ബിന്നിഅം, അല്ലാഹു തആല ചില അനുഗ്രഹങ്ങൾ കൊണ്ടവരെ പടച്ച റബ്ബ് അനുഗ്രഹിച്ചിരിക്കുകയാണ്. ആ അനുഗ്രഹങ്ങൾ എന്തിനു കൊടുത്തറിയോ? ലിമനാഫിഅൽ ഇബാദ്, അല്ലാഹുവിൻ്റെ അടിമകൾക്ക് ഗുണം ചെയ്യാൻ. യുഖിറുഹും ഫീഹാ, ആ അനുഗ്രഹം അല്ലാഹു തആല അവരിൽ അങ്ങനെ നിലനിർത്തും. മാ ബദലൂഹ, അവരതിൽ നിന്ന് ചെലവഴിക്കുന്ന കാലമത്രയും. ഫഇദാ മനഊഹ, അവരതിനെ തടഞ്ഞു വച്ചാൽ, ഇനി കൊടുക്കൽ കുറച്ച് നിർത്താന്ന് തീരുമാനിച്ചാൽ, നസഅഹാ മിൻഹും, അല്ലാഹു അവരിൽ നിന്ന് ഊരിയെടുക്കും. എന്നിട്ടോ ഫഹവ്വലഹാ ഇലാ ഗൈരിഹിം, വേറെ ഉള്ള ആളുകളിലേക്ക് അല്ലാഹു തആല കൊടുക്കും. നിങ്ങൾ കണ്ടില്ലേ? നോക്ക് നിങ്ങൾ, ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലമെന്ന് മനസ്സിലാക്കിയ ഹോളിവുഡ് താരങ്ങൾ വരെ അവരുടെ സമ്പാദ്യം കൊണ്ടുപോയി സൂക്ഷിച്ച ഒരു പ്രദേശത്തെ സെക്കൻഡുകൾ കൊണ്ട് അല്ലാഹു തആല കരിക്കട്ടയാറ്റി മാറ്റിയത് കണ്ടില്ലേ നമ്മൾ? ചിന്തിക്കൂ നിങ്ങൾ, പഠിക്കാൻ അല്ലാഹു തന്ന പാഠാണ്. ഏറ്റവും സുരക്ഷിതമായ സ്ഥലമെന്ന് ലോകം മനസ്സിലാക്കിയ സ്ഥലത്ത് കളിതമാശകളിലൂടെ, വിനോദങ്ങളിലൂടെ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയവർ മുഴുവൻ കൊണ്ടുപോയ സമ്പാദ്യങ്ങളെ കൊന്നുകൂട്ടി. അല്ലാഹു തആല നശിപ്പിക്കാൻ തിരഞ്ഞെടുത്ത സമയം കണ്ടങ്ങൾ, ഗവർണർ ടൂർ പോയ സമയം. മാത്രമല്ല, അങ്ങനെ അഗ്നി ഉണ്ടായാൽ ശമിപ്പിക്കാനുള്ള സംവിധാനം അവരുടെ കയ്യിലുണ്ട്. പക്ഷേ അല്ലാഹു തആല അത് മുഴുവൻ നശിപ്പിക്കാൻ തിരഞ്ഞെടുത്ത സമയം എപ്പോഴായി പോയി എന്ന് പറയുന്നത്? റബ്ബ് തിരഞ്ഞെടുത്ത സമയം അവരത് റിപ്പയറിന് വേണ്ടി തിരഞ്ഞെടുത്ത സമയമാണ്. വെള്ളമില്ല, ഗവർണർ പറയാൻ റിപ്പയറിന് വേണ്ടി മാറ്റിവെച്ചതാണ്. വെള്ളമില്ല, അല്ലാഹുവിൻ്റെ അദാബ് വന്നാൽ എങ്ങനെയാണ്? വകദാലിക അഖ്ദു റബ്ബിക് ഇദാ അഖദൽ ഖുറാ വഹിയ ളാലിമ. വയനാട്ടിലേക്ക് നോക്കൂ, കഴിഞ്ഞ ആഴ്ചയും ഞാൻ മുണ്ടക്കൈ ഭാഗത്തുകൂടെ യാത്ര ചെയ്തു. എന്താ സംഭവിച്ചതെന്നറിയോ? കിടന്നുറങ്ങുന്നവരെ സെന്റിന് 5 ലക്ഷം ഉള്ളത് ഒരൊറ്റ നേരം പുലർന്നപ്പോൾ, പിറ്റേ ദിവസം നേരം പുലർന്നപ്പോൾ വെറുതെ കൊടുത്താലും വേണ്ട എന്ന് പറയുന്ന രീതിയിലേക്ക് അതിൻ്റെ വില കുറച്ചു കളഞ്ഞത് രാജാതിരാജനായ റബ്ബാണ്. ഇതൊക്കെ അല്ലാഹു നമുക്ക് ദീർഘമായൊരു യാത്രയുടെ മുമ്പിലാണ്.
ഞാനിത് ഈ പരിപാടിയൊന്നും എല്ലാം ഒഴിഞ്ഞു മാറിയത് നിങ്ങളോടുള്ള വെറുപ്പുകൊണ്ടല്ല. മഗ്രിബിന് ശേഷം പരപ്പനങ്ങാടിയിൽ മാസങ്ങൾക്ക് മുമ്പ് ഏൽപ്പിച്ചൊരു പരിപാടിയുണ്ട്. അതിൽ പങ്കെടുക്കാൻ വാഹനത്തിൽ പോയാലെത്തൂല. അപ്പം ഞാനതിൽ ഒന്ന് ഒഴിഞ്ഞു മാറി. എൻ്റെ പ്രിയപ്പെട്ട വഹദുക്ക് എന്നോട് പറഞ്ഞപ്പോൾ അപ്പോൾ പിന്നെ ആബിദുക്ക് എന്നെ നേരിട്ട് എന്നെ വിളിച്ചു. ഈ മനുഷ്യനോട് എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്. നിങ്ങളോട് പലരോടുമുള്ള പോലെ എൻ്റെ സ്വന്തം കാര്യത്തിലല്ല 438 യതീമകളുടെ കാര്യത്തിൽ നിങ്ങളുടെ നാട്ടിലിരിക്കുന്ന ഈ മനുഷ്യനടക്കം ഒരുപാട് ആളുകളോട് കടപ്പാടുള്ളത് കൊണ്ട് മാത്രം ഞാൻ ഇവിടെ വന്നതാണ്. നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഈ 1.5 കോടി ഉറുപ്പിക ഇവിടെ നിന്ന് സമാഹരിച്ചിട്ട് മഹാനായ തങ്ങളവர்கள் ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കാൻ വരുമ്പോഴേക്ക് അതിന് പിന്തുണ കൊടുക്കാൻ നമുക്ക് കഴിയണം. ആരായി സദസ്സിൽ നിന്നൊരു 5 ലക്ഷം ഉറുപ്പിക ഈ സദസ്സിൻ്റെ സംഗമത്തിൻ്റെ വകയായി ഈ സദസ്സിലേക്ക് പ്രഖ്യാപിച്ചതിൻ്റെ ഉദ്ഘാടനം ഒന്ന് ചെയ്യാൻ തയ്യാറുള്ള ആളുകൾ ഈ കൂട്ടത്തിൽ ആരെങ്കിലും സ്വമേധയാ അവർ നെയ്യത്ത് വെക്കേണ്ടത്, പടച്ചോനെ എന്നെ നീ ഒരു കിഡ്നി രോഗിയാക്കരുത് റബ്ബേ എന്നാണ്. എത്ര കയ്യിലുണ്ടായിട്ടും കാര്യമില്ല. ഒരു കിഡ്നി രോഗിയായി വന്ധ്യസമ്പന്നനായി ഭാര്യ ക്ഷമയുള്ള ആളല്ലെങ്കിൽ നമ്മളെ ഉൾക്കൊള്ളാൻ കഴിയില്ല. ആരെങ്കിലും ഉണ്ട് ഈ സദസ്സിൽ വെച്ച് ഒരു 5 ലക്ഷം ഉറുപ്പിക ഈ സംവിധാനത്തിലേക്ക് പറഞ്ഞിട്ട് ഇതിൻ്റെ ഉദ്ഘാടനം ഒന്ന് ചെയ്യാൻ പറ്റാവുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ട് ഈ സദസ്സിൽ? ഉണ്ടാക്കൂ. അൽഹംദുലില്ലാ, അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാ, 50 ലക്ഷം ഉറുപ്പിക ഒരു സഹോദരന് ഈ സദസ്സിലേക്ക് കൊടുക്കുക, ഈ സംവിധാനത്തിലേക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഖത്തറിൽ നിന്ന് നമ്മൾ പറഞ്ഞ 1 കോടി ഉറുപ്പികയിൽ 50 ലക്ഷം ഉറുപ്പിക ഒരു സഹോദരനാണ് പറഞ്ഞത്. അതേപോലെ മറ്റൊരു വ്യക്തി 50 ലക്ഷം ഉറുപ്പിക വേറൊരാൾ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയ രസം എന്താ അറിയോ? അവർ രണ്ടുപേരും പറഞ്ഞത് ഞങ്ങളുടെ പേര് പറയരുതെന്ന്. 5000 ഉറുപ്പിക കൊടുത്തിട്ട് പേര് പറയരുതെന്ന് പറഞ്ഞതാണെങ്കിൽ അയാൾ 5000 കൊടുത്ത് എന്നാളുകൾ ചോദിക്കുമെന്ന് വിചാരിച്ചിട്ടാവാം 50 ലക്ഷം ഉറുപ്പിക തരാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞെന്താ അറിയോ? എൻ്റെ പേരെവിടെയും പറയരുതെന്ന്. അള്ളാഹുവേ, നീ ആ സ്വതക്കക്ക് സാക്ഷിയാകണേ റബ്ബേ. നിന്റെ തൃപ്തിയല്ലാതെ ഒന്നും അവരാഗ്രഹിച്ചിട്ടില്ല റബ്ബേ. അള്ളാഹുവേ, നീ അവർക്ക് മതിയായത് പകരം കൊടുക്കണേ അല്ലാ. അവരുടെ നിഅമത്തുകൾ നീ നിലനിർത്തി കൊടുക്കണേ റബ്ബേ. 2 വ്യക്തികളാണ് 50 ലക്ഷം ഉറുപ്പിക വീതം പറഞ്ഞത്. അതേപോലെ ഒരാൾ 6,25,000 ഉറുപ്പിക മുഹമ്മദ് ഹനീഫ് എന്ന് പറയുന്ന സഹോദരൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വേദിയിലുണ്ട്. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. വേറൊരു സഹോദരൻ 5 ലക്ഷം ഉറുപ്പിക പറഞ്ഞിട്ടുണ്ട്. NK മുസ്തഫ സാഹിബാണത്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. വേറൊരു സഹോദരൻ ഉസ്മു PK 2.5 ലക്ഷം ഉറുപ്പിക പറഞ്ഞിട്ടുണ്ട്. അതേപോലെ പിന്നെ അബ്ദുൽ അസീസ് കക്കാട്ട് 1 ലക്ഷം, ബഷീർ വള്ളിൽ 1.25 ലക്ഷം, നസീർ കുണ്ടത്തിൽ 1.25 ലക്ഷം, റഊഫ് തങ്ങൾ 1.25 ലക്ഷം, നിസാർ കിഴക്കയത്ത് 1.25 ലക്ഷം, അഷ്റഫ് പോക്കറിൻ്റെ വിട 1.25 ലക്ഷം, ഫൈസൽ കുണ്ടത്തിൽ 1.25 ലക്ഷം. അങ്ങനെ പിന്നെ ഖത്തറിലെ നമ്മുടെ പെരിങ്ങത്തൂരിലെ നമ്മുടെ പ്രവാസികളായ സഹോദരങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് 15 ലക്ഷം ഉറുപ്പിക. അങ്ങനെ 1 കോടി അവരെ ഖത്തറിൻ്റെ വകയായി 1 കോടിയുടെ മുകളിൽ ഉണ്ടാവില്ല, അതിൽ 1.5 കോടി ഉണ്ടാവും. 1.30 ലക്ഷം ഉറുപ്പിക അൽഹംദുലില്ലാ ഈ സംവിധാനത്തിൻ്റെ ഖത്തറിൻ്റെ വകയായി അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹുവേ, നീ അർഹമായ പ്രതിഫലം നൽകണേ റബ്ബേ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തിനെന്നറിയങ്ങൾ? ഇതൊരു ബിസിനസ്സിനല്ലല്ലോ, ഒരു ഹോസ്പിറ്റൽ ബിസിനസ് രീതിയിൽ തുടങ്ങാലോ, ലാഭം കിട്ടൂലേ? ഇതെന്തിനെന്നറിയോ? റബ്ബേ, നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് പകരമായി കിട്ടണമെന്ന് കരുതിയിട്ടാണ്. അല്ലാഹുവേ, ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് അർഹമായ പ്രതിഫലം നീ നൽകണമല്ലാ. സ്വതക്ക ചെയ്തവരുടെ സമ്പത്തിലൊക്കെ നീ ഖൈറും ബർക്കത്തും ഏറ്റി കൊടുക്കണേ റബ്ബേ. മാതാവ് മർഹൂം കുഞ്ഞിപ്പാത്ത് ഹജ്ജുമായുടെ പേരിൽ ബോസ് ഖാദർക ഒരു ഡയാലിസിസിൻ്റെ മെഷീൻ ഓഫർ ചെയ്തിട്ടുണ്ട്. ബോസ് ഖാദർക്കയുടെ അൽഹംദുലില്ലാ മരണപ്പെട്ടു പോയ ഉമ്മയുടെ പേരിലാണ്. അല്ലാഹു തആല പ്രിയപ്പെട്ട ഖാദർഖായുടെ രോഗം റബ്ബ് സുഖപ്പെടുത്തി കൊടുക്കട്ടെ. അല്ലാഹുവേ, നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ റബ്ബേ. പ്രിയപ്പെട്ട ഉമ്മായുടെ ഹദ്റത്തിലേക്ക് അതിൻ്റെ ഫലം നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടോ? ഓരോ ലക്ഷം വീതം പറയാൻ പറ്റാവുന്ന ആളുകൾക്കൊക്കെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, അള്ളാഹുവിനെ ഓർത്ത് ഈ സംവിധാനം യാഥാർത്ഥ്യമാക്കാൻ. എന്നാലേ ഇതാവുള്ളൂ. നമ്മളിന്ന് തർക്കല്ലിട്ടിട്ട് 1 കൊല്ലം കഴിഞ്ഞ് നമ്മളിങ്ങനെ പീഡിയക്കൊലയമ ഇരുന്നിട്ട് പറയാണ് അത് ഉണ്ടായില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഉണ്ടാവില്ല. നമ്മളെല്ലാവരും അതിന് പിന്തുണ കൊടുക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ.
1 ലക്ഷം ഈ സംവിധാനത്തിലേക്ക് കൊടുക്കാൻ തയ്യാറുള്ളവരൊന്ന് പറഞ്ഞാണി. അക്കു 1 ലക്ഷം ഉറുപ്പിക ഈ സംവിധാനത്തിലേക്ക് കൊടുക്കാൻ പറ്റാവുന്ന പുതിയ ആളുകളെ വേഗം ഒന്ന് പേര് തരണം. എന്താണ്, ഞാൻ 6:25 ട്രെയിനിന് പോയില്ലെങ്കിൽ അത് ലാസ്റ്റാ, അല്ലെങ്കിൽ പിന്നെ പരിപാടിക്ക് എത്തൂല എന്ന് മാത്രമല്ല, ഇന്ന് രാത്രിയോ നാളെ രാവിലെ എൻ്റെ വീട്ടിൽ ആ നാട്ടുകാർ വരും. വേറെ ആരുമില്ല, പകരം പ്രസംഗിക്കാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആരാ ഈ സദസ്സിലൊന്ന് 1 ലക്ഷം ഉറുപ്പിക കൊടുത്തിട്ട് നമ്മുടെ 1.5 കോടി 180 ആളുകൾ അൽഹംദുലില്ലാഹ്. ഉദ്ഘാടനം AN ഷംഷീർ, എന്താ ശരി, ഡയാലിസ് മെഷീൻ പ്രഖ്യാപനം മർഹൂം കാവുള്ളതിൽ അബ്ദുൽ ഹമീദിൻ്റെ ഓർമ്മക്കായി അനുജൻ കാവുള്ളതിൽ കുഞ്ഞുമൂസ ഒരു ഡയാലിസിസ് മെഷീൻ പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. പടച്ച റബ്ബേ നീ കബൂൽ ചെയ്യണേ അല്ലാ. ആ മെഷീനിൽ കിടന്നിട്ട് ഡയാൽ ചെയ്യുന്ന മനുഷ്യരിങ്ങനെ സന്തോഷിക്കുമ്പോൾ ആരുടെ പേരിലാണോ അത് ഹദിയ ചെയ്തത് അവരെ നീ ഖബറിൽ സന്തോഷിപ്പിക്കണേ റബ്ബേ. അതാണ് ഇതിന് വഴി. നമ്മളെ ഉമ്മയെ മരണശേഷം സന്തോഷിപ്പിക്കാനുള്ള വഴി ഉമ്മയുടെ ഉപ്പയുടെ പേരിൽ നന്മ ചെയ്യലാണ്. അതേപോലെ മർഹൂം നെച്ചോളി മറിയം ഉമ്മയുടെ ഓർമ്മക്കായി സീനത്ത് സൈനുൽ ആബിദീൻ ഒരു ഡയാലിസിസ് മെഷീൻ, പ്രിയപ്പെട്ട സൈനുഖാൻ്റെ ആബിദ് ഖാൻ്റെ ഭാര്യയാണ്. അള്ളാഹുവെ നീ കബൂൽ ചെയ്യണേ അല്ലാ. അള്ളാഹുവെ ഉമ്മയുടെ ഖബറത്തിലേക്ക് അതിൻ്റെ ഫലം നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അണ്ടത്തോടൻ ഫാമിലി ട്രസ്റ്റ് 2 ഡയാലിസിസ് മെഷീൻ അവർ പറഞ്ഞിട്ടുണ്ട്. ട്രസ്റ്റ് ഭാരവാഹികളായ PK മുസ്തഫ മാസ്റ്റർ, നല്ലൂർ അബ്ദുൽ ലത്തീഫ് ഹാജി അവരാണ്. മർഹൂം VOP മറിയം ഹജ്ജുമയുടെ സ്മരണക്ക് പറഞ്ഞിട്ടുണ്ട്. ഭർത്താവ് VOP മഹമ്മൂദ് സാഹിബ് ഒരു മെഷീൻ പറഞ്ഞിട്ടുണ്ട്. പിതാവിൻ്റെ സ്മരണക്കായ ഒരു സഹോദരൻ ഒരു മെഷീൻ അവരുടെ അഭാവത്തിൽ EA നാസിർ സാഹിബ് അറിയിച്ചതാണ്. TT ഫാറൂഖ് മത്തിപ്പറമ്പ് ഒരു മെഷീൻ മരണപ്പെട്ട മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്മരണക്ക് മാതാവിൻ്റെ പേരിൽ ബോസ് ഖാദർക്ക നമ്മൾ പറഞ്ഞല്ലോ, പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു സഹോദരൻ ഒരു ഡയാലിസിസ് മെഷീൻ. ഇങ്ങനെ അൽഹംദുലില്ലാഹ് ഈ സംവിധാനത്തിലേക്ക് ഡയാലിസിസ് മെഷീൻ ഏറ്റെടുത്ത ആളുകളെയാണ് നമ്മൾ ഈ പറഞ്ഞത്. ആരാ 1 ലക്ഷം ഉറുപ്പിക കൊടുക്കാൻ പറ്റാവുന്ന ഒരു 10 പേരൊന്ന് പറയോ? നമുക്ക് ഈ ഫണ്ടിൻ്റെ സമാഹരണത്തിൻ്റെ, നമ്മുടെ നാട്ടിലുള്ള സമാഹരണത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനാണ്. അൽഹംദുലില്ലാഹ് കുഞ്ഞിപ്പറമ്പത്തെ അബ്ദുൽ നാസർ സാഹിബ് 5 ലക്ഷം ഉറുപ്പിക, 5 ലക്ഷം. നിങ്ങൾ തക്ബീർ ചൊല്ലി അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അർഹമുർ റഹീമീനായ റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ. പഠിച്ചോനെ, ഞങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. 5 ലക്ഷം നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വല്ല ആഗ്രഹമുണ്ടോ എന്ന് ഞങ്ങൾ ചോദിച്ചിട്ടില്ല ദുആ ചെയ്യാൻ. പടച്ചോനെ, ഞങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ ഇരിക്കുന്ന കുഞ്ഞിപ്പറമ്പത്ത് പ്രിയപ്പെട്ട നമ്മുടെ നാസിർ സാഹിബ്, പടച്ച റബ്ബേ 5 ലക്ഷം മനസ്സിൽ ഉദ്ദേശിച്ചപ്പോൾ എന്തൊക്കെ കാര്യം നിന്നോട് അവർ ആഗ്രഹിച്ചിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ മുഴുവനും നീ സാധിപ്പിച്ചു കൊടുക്കണേ റബ്ബേ. അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അവരുടെ കൽബിൽ എന്ത് മുറാദാണോ ഉള്ളത് റബ്ബേ നീ ഇത് ഹാസുലാക്കി കൊടുക്കണേ റബ്ബേ. ഇതിലൊരു ഗുണം താരങ്ങൾ, ഇതിലൊരു ഗുണം, നമ്മൾ ഈ ബിൽഡിങ്ങിലേക്ക് സഹായിച്ചാലുള്ള ഗുണം, ആ ബിൽഡിംഗ് എത്ര കാലം നിലനിൽക്കുന്നവോ അതിൻ്റെ നന്മ മുഴുവനും നമുക്കിങ്ങനെ പാർസലായി വന്നുകൊണ്ടിരിക്കും. ഇനി ആരെങ്കിലും ഉണ്ടോ? ഒരു പ്രിയപ്പെട്ട നമ്മുടെ മഹലിൻ്റെ ട്രഷറർ അബ്ദുൽ അസീസ് കുന്നോത്തെന്നവർ 1 ലക്ഷം ഉറുപ്പിക പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പടച്ചോനെ നീ കബൂലാക്കണേ അല്ലാ. ഞാൻ ഓർമ്മപ്പെടുത്തുക, മഹാനായ ഞാനിവിടുന്ന് എൻ്റെ സമയമാകുമ്പോൾ പോയാലും ബന്ധപ്പെട്ട ആളുകളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഇവിടെ വെച്ച് സ്വതക്ക ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി മഹാനായ തങ്ങളവറുകളോട് ദുആ ചെയ്യിപ്പിക്കണം. മഹാനായ സ്വാദിഖ് അലി തങ്ങൾ ചിലപ്പോൾ കണ്ണിൽ പിടിച്ചോളണമെന്നൊന്നുമില്ല. ചില ആളുകൾക്ക് കണ്ണ് പിടിക്കുന്ന ആളുകൾ നമുക്ക് കണ്ണ് പിടിക്കണമല്ലായിക്കൊള്ളുന്നില്ല. അള്ളാഹുവിനെ കണ്ണിൽ പിടിക്കുന്നത് പടച്ച റബ്ബ് സ്വീകരിക്കുന്നത്. നിങ്ങൾക്കറിയോ, മഹാനായ ബാപ്പുട്ടി മുസ്ലിയാർ, മലപ്പുറക്കാർക്കറിയാം, കോട്ടക്കൽക്കാർക്കറിയാം. അള്ളാഹുവിൻ്റെ ആരിഫ, ഒരു വാക്ക് പറഞ്ഞാൽ വാക്ക് അങ്ങനെ തന്നെ സംഭവിക്കുന്ന മനുഷ്യന് തൻ്റെ മക്കളോട് വലിയൊരു സ്ഥാപനം തുടങ്ങിയിട്ട് മക്കളോട് പറഞ്ഞത്, മക്കളെ നിങ്ങൾക്ക് വല്ല പ്രതിസന്ധി വരികയാണെ പാണക്കാട്ട് കുട്ടികളെ കൊടുന്നൊന്ന് ദ്വാരിപ്പിച്ചാൽ മതിയിട്ടോന്നാണ്. ഇൻഷാ അല്ലാഹ് മഹാനായ ചില ആളുകൾ പറയുന്നുണ്ട്, പാണക്കാട്ട് പോയാൽ എല്ലാത്തിനും റബ്ബനാത്തിനെ മതി, എല്ലാത്തിനും റബ്ബനാത്തിനാന്ന് ചില ആളുകൾ പറയാം. അത് മതി അവരുടെ പ്രാർത്ഥന. തങ്ങളവർകൾ ഈ സദസ്സിൽ വെച്ച് ദുആ ചെയ്യുന്ന, ഈ സദസ്സിൽ വെച്ച് സ്വതക്ക ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയും മഹാനായ തങ്ങളവർകൾ ദുആ ചെയ്യും. ഇനി ആരാ? അൽഹംദുലില്ലാഹ് മത്തിപ്പറമ്പിലെ ഇസ്മായിൽ എന്ന സഹോദരൻ 1 ലക്ഷം ഉറുപ്പിക അല്ലാഹു കബൂൽ ചെയ്യട്ടെ. റബ്ബനാ നീ സ്വീകരിക്കണേ റബ്ബേ. അവരുടെ ആഗ്രഹങ്ങളൊക്കെ നീ സാധിപ്പിക്കണേ റബ്ബേ. ഇനി ആരാ 1 ലക്ഷം ഉറുപ്പിക കൊടുക്കാൻ കഴിയാവുന്ന ആളുകൾ? വേഗം നമ്മുടെ സംഘാടകരോട്, നിങ്ങൾ വളണ്ടിയേഴ്സേടെ ഒന്നിങ്ങനെ പോയി നോക്കി, പറയുന്ന ആളുകളുണ്ടാകും. എവിടെ? അൽഹംദുലില്ലാഹ് കൂടത്തിൽ ഫാമിലി ഇത്ര
1,00,000 കൂടത്തിൽ ഫാമിലി എല്ലാവരും കൂടെ ചേർന്ന് 1,00,000 നമ്മുടെ ഈ സംവിധാനത്തിലേക്ക് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവേ നീ ഖബൂൽ ചെയ്യണേ അല്ലാ. നാസർ ഒന്ന് പോയി നോക്കിയാണ് ഇങ്ങനെ പറയുന്ന ആളുകളുണ്ടാവും. ചില ആളുകൾക്ക് പരസ്യമായി പറയാൻ മടിയായതുകൊണ്ടാവും. അതുകൊണ്ട് അക്ക് മൊബൈലിലേക്ക് നോക്കണം, മൊബൈലിൽ കളിക്കല്ല, മൊബൈലിലേക്കാണ് ഈ മെസ്സേജ് വരുന്നത്. മനസ്സിലായല്ലോ? പല ആളുകൾക്കും പരസ്യമായി പറയാൻ മടിയുണ്ടാകും. അൽഹംദുലില്ലാഹ്, കളരിക്കണ്ടി അഹമ്മദ് ഹാജി 50,000 ഈ സംവിധാനത്തിലേക്ക് പറഞ്ഞിട്ടുണ്ട്. റബ്ബേ നീ ഖബൂൽ ചെയ്യണമല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ റബ്ബേ, മുറാദുകളൊക്കെ നീ ഹാസിലാക്കണേ അല്ലാ. അൽഹംദുലില്ലാഹ്. മീത്തൽ അബ്ദുൽ നാസർ മൂസ എന്നവർ 1,00,000. ആരാ? 2 പേരുള്ള ആള്? മീത്തൽ അബ്ദുൽ നാസർ മൂസ ആരാ? അൽഹംദുലില്ലാഹ്. ഇനി എവിടെങ്കിലും കാണുമ്പോൾ നിങ്ങൾ തിരിയണ്ടേ, ഇയാൾ 1,00,000 അന്ന് പറയിപ്പിച്ചു പോയി എന്നല്ലാതെ എന്നെ മനസ്സിലായില്ല എന്ന് പറയില്ലേ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പടച്ചോനെ ആഫിയത്ത് കൊടുക്കണേ റബ്ബേ. 1,00,000 എന്ന് പറഞ്ഞിട്ട് പുഞ്ചിരി തൂക്കുകയാണ് റബ്ബന. അതേപോലെ ആ പുഞ്ചിരി അള്ളാഹുവേ മരണസമയത്തും അവർക്കും ഞങ്ങൾക്കും നീ നിലനിർത്തി തരണേ റബ്ബേ. 1,00,000. ഇനി ആരാണ്? മഹാനായ തങ്ങളവർക്ക് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. പിന്നെ ഇതിൻ്റെ ഒരു ലിസ്റ്റ് ഇല്ലേ മറ്റേത്? അൽഹംദുലില്ലാഹ്, എല്ലാവരും തക്ബീർ ചൊല്ലി. സൈത്തൂൻ ഗ്രൂപ്പ് നമ്മുടെ നാട്ടിലൊരു ബിസിനസ് സംരംഭം ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും തുടങ്ങിയിട്ട് അല്ലാഹു അതങ്ങ് വിജയിപ്പിച്ചു കൊടുത്തു. അൽഹംദുലില്ലാഹ്. അവർ 10,00,000 നമ്മുടെ ഈ സംവിധാനത്തിന് ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണമേ അല്ലാ. ഒന്ന് അക്കുവിടെ ഒന്നിങ്ങനെ പോയി നോക്കിയാണ്. ചില ആളുകളുണ്ട്, പിന്നെ നാസർക്കല്ലേ സെക്രട്ടറി, നിങ്ങൾ നാസർക്കല്ലേ, നസീർക്ക് ഒന്നിങ്ങനെ നോക്കിയാണ്. നിങ്ങൾക്ക് പല ആളുകളും നിങ്ങളോട് പറയുന്നുണ്ടാകും. അൽഹംദുലില്ലാഹ്, 1,00,000 പറയാൻ പറ്റാവുന്ന ആളുകളൊക്കെ ഒന്ന് പറയണം. പിന്നെ ശ്രദ്ധിക്കുക, ഇങ്ങനെ എല്ലാവർക്കും ഒരു കവർ തരും. ഇത് ഹലാലാ, മനസ്സിലായല്ലോ? ഇത് വാങ്ങൽ ഹലാലാ, പേടിക്കൊന്നും ചെയ്യണ്ട. ഈ കവറിൻ്റെ പുറം ഭാഗം കാലിയുമാണ്. 2,00,000 ഒന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ യാഥാർത്ഥ്യമാക്കാൻ പോകുന്ന ഈ ബിൽഡിങ്ങിൻ്റെ സ്ക്വയർ ഫീറ്റിന് ആവശ്യമായ സംഭാവന സ്വരൂപിക്കാനുള്ള സംവിധാനമാണ് ഇത്. നിങ്ങളെല്ലാവരും വാങ്ങണം. വാങ്ങിയിട്ട് നിങ്ങൾക്ക് എന്താണോ ഇതിൽ ചെയ്യാൻ പറ്റുക, അല്ലേ, എന്താണ് ചെയ്യാൻ പറ്റുക ആർക്കറിയാം? ഓ, ഞമ്മക്കറിയാം. പിന്നെ ആർക്കും അറിയാം? അള്ളാഹ്ക്കറിയാം. ചില ആളുകൾ പിരിവിനൊക്കെ വരുമ്പേ അത്ര നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂലേ എന്ന് പറഞ്ഞാൽ പിന്നെ അബ്ബാഹു അത്ര കൊടുക്കാൻ പറ്റാത്തവനാക്കും. അള്ളാഹ്ക്ക് അത്ര പണിയുള്ളൂ. അത്ര നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂലേ. ഇത് നിങ്ങൾ തീരുമാനിക്കേണ്ടത് എന്താ അറിയോ? നിങ്ങളും റബ്ബും തമ്മിലുള്ള അറ്റാച്ച്മെൻറ്റ് തീരുമാനിക്കേണ്ടതാണ്. ഇതിങ്ങനെ നോക്കുക. നോക്കിയിട്ട് എനിക്കിതിൽ എന്ത് കൊടുക്കാൻ കഴിയും എന്ന് റബ്ബിനെ സാക്ഷി നിർത്തിയിട്ട് നിങ്ങൾ ഏറ്റെടുക്കുക. 400 സ്ക്വയർ ഫീറ്റ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അതിന് വരുന്നത് 400 സ്ക്വയർ ഫീറ്റിന് വരുന്നത് 10,00,000. 200 സ്ക്വയർ ഫീറ്റാണ് നിങ്ങൾ ഈ ബിൽഡിങ്ങിൽ ഏറ്റെടുക്കുന്നതെങ്കിൽ 5,00,000. 100 സ്ക്വയർ ഫീറ്റ് 2,50,000. 50 സ്ക്വയർ ഫീറ്റ് 1,25,000. 20 സ്ക്വയർ ഫീറ്റ് 62,500. 10 സ്ക്വയർ ഫീറ്റ് 25,000. 4 സ്ക്വയർ ഫീറ്റ് 10,000. 2 സ്ക്വയർ ഫീറ്റ് 5,000. 1 സ്ക്വയർ ഫീറ്റ് 2,500. 1 സ്ക്വയർ ഫീറ്റ് 2,500. എല്ലാവർക്കും ഏറ്റെടുക്കാലോ ഇൻഷാ അല്ലാഹ്. ഞാനും ഈ ഒരു കവർ ഏറ്റെടുക്കുന്നുണ്ട്. എല്ലാവരോടും പറയാൻ, ഞാനും ഈ കവർ ഏറ്റെടുക്കും. ഇത് വേറെ ആരെ കൊടുത്തതാണ്? ഒരു കാലി കവർ തരി. അൽഹംദുലില്ലാഹ്, ഞാൻ ആദ്യമായി കവർ ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് പിന്നെ എൻ്റെ എല്ലാ സഹോദരങ്ങളോട് പറയാൻ, നിങ്ങൾ ഏറ്റെടുക്കണം. എന്നിട്ട് ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നിങ്ങൾ വീട്ടിൽ പോയി ഇരുന്നിട്ട് നല്ലൊരു നിസ്കാരത്തിൻ്റെ സമയം കഴിഞ്ഞ് ഇരുന്നിട്ട് നിങ്ങൾക്കിതിലെന്ത് കൊടുക്കാൻ പറ്റുമെന്ന് ആലോചിച്ചത് ടിക്ക് ചെയ്യാം. ആ ടിക്ക് ചെയ്ത ഉടനെ അല്ലാഹുവേ ഞാൻ ഈ നന്മ ചെയ്യുന്നത് ഇന്ന നിയ്യത്തിലാണ്, എനിക്കത് സാധിപ്പിച്ചു തരണം എന്ന് പടച്ച റബ്ബിനോട് പറയാം. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് 1 കഴിയ 1, 2 കഴിയ 2. ഞാൻ പറഞ്ഞതുപോലെ ആദ്യത്തെ ഒരു നിയ്യത്ത് നിങ്ങൾക്കൊക്കെ ഉണ്ടാകണം. റബ്ബേ, എൻ്റെ ഈ സ്വതക്ക കിഡ്നി രോഗത്തിൽ നിന്ന് എനിക്ക് കാവലാക്കി തരണമല്ല എന്ന നിയ്യത്ത് നിങ്ങൾക്കൊക്കെ ഉണ്ടാകണം. ഏറ്റെടുത്തു എന്നുള്ളതുകൊണ്ട് ആരും ബേജാറാണ്ട. 1 റുപ്യയും കൊടുക്കാൻ പറ്റൂല എന്ന് വെക്കുക. നിങ്ങൾ ബേജാറാവൊന്നും ചെയ്യണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ അറിയോ? നിങ്ങൾക്കിത് സ്വന്തം ഹലാല ഉപയോഗിക്കുക. ഇല്ലേ ഫൈസൽക്ക? തിരിച്ചറിയണമെന്നില്ലല്ലോ. ഇതിൻ്റെ പേക്ക് ഭാഗം കണ്ട നിങ്ങൾ കാലിയാണ്. നിങ്ങൾ നാളെ നിങ്ങൾ അങ്ങാടിക്ക് പോകുമ്പോൾ ഭാര്യ പറയും തക്കാളി, ഉലുവ, വെണ്ട, അല്ലേ, അങ്ങനെ പറയില്ലേ? അത് പറയുമ്പോൾ നിങ്ങൾക്കത് ഇവിടെ എഴുതി വെക്കാം.
എഴുതി വെച്ചിട്ട്, അല്ലെങ്കിൽ എന്താ പലതും മറന്നുപോകൂലേ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കാമെന്നർത്ഥം. ഒരു പ്രശ്നമില്ല. നിങ്ങളൊന്നും കൊടുക്കാൻ കഴിയില്ലല്ലോ എന്ന് കരുതി വാങ്ങാതിരിക്കണ്ട. ഈ കൂട്ടത്തിൽ നിങ്ങൾ വാങ്ങാതിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു അഭിമാനത്തിന് പ്രയാസവും ഉണ്ടാകണ്ട എന്ന് കരുതിയാണ്. എല്ലാവരെയും അവർ വാങ്ങണം. നിങ്ങളാൽ കഴിയുന്ന സഹായം ഇൻഷാ അല്ലാഹ് ഈ സംവിധാനത്തിനുണ്ടാകണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. അൽഹംദുലില്ലാഹ് മൊട്ടമ്മൽ അബൂബക്കർ ഹാജിയുടെ സ്മരണക്ക് മകൻ നജീബ് എന്ന സഹോദരൻ 1,00,000 ഉറുപ്പിക പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പടച്ച റബ്ബേ. ഓക്കെ, സിദ്ദീഖ് എന്നവർ 1,00,000 പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് അല്ലാഹുവേ നീ കബൂൽ ചെയ്യണമേ അല്ലാ. പടച്ച റബ്ബേ അർഹമായത് നീ കൊടുക്കണേ റബ്ബേ. മരണപ്പെട്ട ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി ഒരു സഹോദരി ഒരു കിണറാ കിണർ. ഈ ഡയാലിസിസ് സംവിധാനത്തിനുള്ള കിണർ എന്ന് പറഞ്ഞാൽ ചെറിയ കിണറും പോരാ, വെള്ളമിങ്ങനെ കുത്തിയൊഴുകുന്ന ഉറവുണ്ടാവണം അതിൽ. അല്ലാഹുവേ ആ മനസ്സുപോലെ ആസിയ ഹജ്ജുമ്മയുടെ മക്കളാണ്. പടച്ച റബ്ബേ ആ മനസ്സുപോലെ തന്നെ നിറഞ്ഞ വെള്ളമുള്ള കിണറാക്കിയത് മാറ്റണമേ റബ്ബേ. അല്ലാഹുവേ ആരുടെ പേരിലാണോ അത് ഏറ്റെടുത്തത് അവരുടെ ബർസഖിയായ ജീവിതം സന്തോഷത്തിലാകാൻ ഇത് കാരണമാക്കണേ അല്ലാ എന്ന് റബ്ബിനോട് ദുആ ചെയ്ത് ഞാൻ അവസാനിപ്പിക്കാൻ. ഇനിയും നിന്നാൽ ഒരു കിണർ ഈ അക്കുവിൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ്റെ പേരിൽ അൻസീറിൻ്റെ ഇപ്പോൾ അടുത്ത ആക്സിഡൻറ്റിൽ മരിച്ചുപോയ പൊന്നുമോന് വേണ്ടി ഉപ്പ ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹുവേ ആ പൊന്നുമോനെ സ്വർഗത്തിൽ പരിലസിക്കുന്ന മക്കളുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ റബ്ബേ. വിടരും മുമ്പേ വാടിപ്പോയൊരു മോനാണ്. ഞാൻ പോയിട്ടുണ്ടായിരുന്നു ആ വീട്ടിൽ ടെൻഷൻ തീർക്കാൻ പരിശുദ്ധ കഅബയിലേക്ക് ഭാര്യയെ കൂട്ടി പോയതാണ്. ആ പ്രായത്തിലൊരു കുട്ടി മരിച്ചാൽ എവിടെ വേദന തീർക്കാൻ കഴിയും? അള്ളാഹുവിൻ്റെ ഖദാഇൽ ക്ഷമിച്ചാലല്ലാതെ വേദന തീർക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഇനിയും നീട്ടിക്കൊണ്ടുപോയാൽ അൽഹംദുലില്ലാഹ് വയ്യം സുബൈർ എന്ന സഹോദരൻ ഒരു ഡയാലിസിസ് മെഷീൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ചരിത്രത്തിലില്ലാത്ത വിധം ഈ സദസ്സ് പിരിയുമ്പോഴേക്ക് ഇതിനു വേണ്ട മുഴുവൻ ധനസഹകരണവും പൂർത്തിയാക്കിയാകണം പിരിയേണ്ടത് എന്ന് വിനയത്തോട് ഓർമ്മപ്പെടുത്തുന്നു. ഖത്തറിലെ സജീർ എന്ന സഹോദരൻ ഉപ്പയുടെ പേരിൽ 1,00,000 ഉറുപ്പിക അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് കാപ്പിട്ടിൽ മമ്മുഹാജിയുടെ പേരിൽ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഓൺലൈൻ വഴിയും ആളുകൾ സംഭാവന പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവേ നീ അർഹമായ പ്രതിഫലം നൽകണേ റബ്ബേ. പിന്നെ ഒരു കാര്യം എന്താ, നിങ്ങൾ ഇതൊക്കെ വെണ്ണീരായി പോണതിന് മുമ്പ് കൊടുക്കലാന്നല്ലേ. അള്ളാഹു താല വെണ്ണീരാക്കണ കോലം കണ്ടില്ലേ. ഒരു 2-3 മാസം മുമ്പ് ഗസയെക്കുറിച്ച് ദൂതുപ്പീവൻ, പിന്നെ അതേ നാവ് നമ്മൾ കാണുന്നത് നിലവിളിക്കുന്നതാണ്. അള്ളാഹുവിന് സെക്കൻഡുകൾ ഇതൊക്കെ മാറ്റാൻ വേണ്ടു. നമ്മുടെ കയ്യിൽ നമ്മളത് എന്താ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി തന്നതാ. കുറച്ചു കാലം നമ്മുടെ കയ്യിൽ തരും, എന്നിട്ട് വേറെ ആളെ കയ്യിൽ കൊടുക്കും, അയാൾ എന്താ കാട്ടണമെന്ന് നോക്കും, എന്നിട്ട് പിന്നെ മറ്റേ അടുത്ത ആളെ കയ്യിൽ കൊടുക്കും. ഇതാണ് ഒരു പരീക്ഷണമാണ്. എല്ലാവരും ഈ സംവിധാനത്തോട് ചേർന്ന് നിൽക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. അള്ളാഹു താല KK മുഹമ്മദ് എന്നവർ 50,000 ഉറുപ്പിക അൽഹംദുലില്ലാഹ് അമീദ് ഖാന്റെ കാരണവരാണ്. 50,000 ഉറുപ്പിക പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പടച്ച റബ്ബേ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അർഹമായത് നീ കൊടുക്കണേ റബ്ബേ. അൽഹംദുലില്ലാഹ് എനിക്ക് മമ്മുഹാജിയുടെ പേരിൽ KN മമ്മുഹാജിയുടെ പേരിൽ മക്കൾ ഒരു മെഷീൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എത്ര മെഷീനായി നസീർ സാഹിബ്? 11 മെഷീനായി. അൽഹംദുലില്ലാഹ് 3 മെഷീനും കൂടി ആയാൽ ഡയാലിസിസ് അൽഹംദുലില്ലാഹ് MRI ഗ്രൂപ്പ് ഒരു മെഷീൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ബന്ധപ്പെട്ട ആളുകൾ ഇവിടെ ഉണ്ട്. അൽഹംദുലില്ലാഹ് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. റബ്ബ് ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവരോടും ഞാൻ പറയാൻ ഇൻഷാ അല്ലാഹ് ഞാൻ ഇവിടുന്ന് പോവാണല്ലോ. എന്തുകൊണ്ട് പോകുന്നു എന്ന് വെച്ചാൽ 5:55 നിങ്ങൾ നിർത്തിയാൽ ട്രെയിനിൽ എത്തിച്ചു തരാമെന്ന് കുട്ടികൾ ഏറ്റെടുത്തിട്ടുണ്ട്. അള്ളാഹു കൂടി വിചാരിക്കണമല്ലോ. പടച്ച റബ്ബ് അതിന് തൗഫീക്ക് ചെയ്യട്ടെ. മനസ്സിലായല്ലോ. അതൊരു മൽപ്പിടുത്ത പോക്കായിരിക്കും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. 5:55 നിങ്ങൾ നിർത്തിയാൽ നിങ്ങൾ എത്തിച്ചു തരാം. ഞാൻ അവസാനിപ്പിക്കാം. പിന്നെ കല്ലമ്പറ മുസ്തഫക 5,00,000 ഉറുപ്പിക. അൽഹംദുലില്ലാഹ്. ആരാ? നമ്മളെ മുസ്തഫക്കെ. അത് ഞാൻ വേറെ പേരാ ഞാൻ പറയല്. എൻ്റെ കമ്പ്യൂട്ടറിലൊക്കെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു പേരുണ്ടാവും. ഞാൻ നിങ്ങളെ കൊളത്താൻ മനസ്സിലാക്കി വെച്ചത്. അൽഹംദുലില്ലാഹ് പ്രിയപ്പെട്ട നമ്മുടെ മുസ്തഫ സാഹിബ് 5,00,000 ഉറുപ്പിക പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നിങ്ങൾ ചോദിച്ചതല്ല, മൂപ്പര് പറഞ്ഞതാണ്. ഖത്തറിൽ ക്ഷീണമെന്നൊക്കെ പറയപ്പം അങ്ങനെ പറയണോൽക്കൊക്കെ ക്ഷീണമുണ്ടോ ഇല്ലയെന്ന് ഓൽക്കോ റബ്ബിനെ അറിയുള്ളൂ. പക്ഷേ ക്ഷീണമാണെന്ന് പറഞ്ഞാൽ നമ്മൾ 5,00,000 ഒന്നും പറയണ്ട, 1,00,000 പറഞ്ഞാൽ മതി എന്നൊക്കെ പറയാം. അതൊന്നുമില്ലാതെ റബ്ബിനെ സാക്ഷി നിർത്തി ചെയ്ത തീരുമാനമാണത്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്
കുറുങ്ങോട്ട ഫാമിലി, പ്രിയപ്പെട്ട എൻ്റെ മൂസ സാഹിബ് ഇവിടെയുണ്ട്. മസ്കാർ മൂസക്ക, ഞാൻ പറഞ്ഞല്ലോ മഹ്മൂദ് കയ്യുടെ, എൻ്റെ സ്നേഹനിധിയായ മഹ്മൂദ് കയ്യുടെ, നിങ്ങളൊക്കെ ഈ പലരുമായി പരിചയപ്പെടുന്നതിന് മുമ്പേ സ്നേഹം നിറയെത്തന്ന എൻ്റെ പ്രിയപ്പെട്ട മഹ്മൂദ് ഹാജിയുടെ അനുജനാണ് മസ്കാർ മൂസക്ക. അവരുടെ ഉപ്പയുടെയും ജേട്ടൻ്റെയും ഒക്കെ പേരിൽ ആ കുടുംബം 2 ഡയാലിസിസ് മെഷീൻ പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ 13 ഡയാലിസിസ് മെഷീനായി. ഒരു ഡയാലിസിസ് മെഷീൻ കൂടെ ഉണ്ടായാൽ ഡയാലിസിസ് മെഷീൻ പൂർത്തിയാവും. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. റബ്ബേ നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണമല്ല. അതിൻ്റെ ഫലം ആ ഉപ്പയുടെയും ജേട്ടൻ്റെയും ഖബറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാ. എടത്തിപ്പൊയിൽ മുഞ്ഞു അഹമ്മദ് എന്നവർ 25,000 പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇത് ഏറ്റെടുക്കണം. നിങ്ങളാൽ കഴിയുന്നതൊക്കെ നിങ്ങൾ എത്തിച്ചു കൊടുക്കണമെന്ന് പ്രിയ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഞാൻ ഇന്ന് പോകുന്ന സ്ഥലല്ലേ സന്നിധിയിൽ ദുആ ചെയ്യുന്നതിനേക്കാളും ഉത്തരമാണ് അല്ലേ ഉസ്താദെ അസാന്നിധ്യത്തിലുള്ള ദുആ അല്ലേ? ഇൻഷാ അല്ലാഹ് നിങ്ങളാരും അറിയാതെ ഈ സദസ്സിൽ വെച്ച് സ്വതക്ക ചെയ്ത എല്ലാവർക്കും വേണ്ടിയും ഇൻഷാ അല്ലാഹ് ഇന്നത്തെ സദസ്സിൽ വെച്ച് ദുആ ചെയ്യും എന്ന് വിനയത്തോടെ ഓർമ്മപ്പെടുത്തിയും ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ ദുആയിൽ സാധുവായി ഞാൻ ഉണ്ടാകണം എന്ന് വിനയത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.